ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026 സോഷ്യൽ സയൻസ്, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം സോഷ്യൽ സയൻസ് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അപ്പോൾ 1 മുതൽ 8 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. 1 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റംസ് ഗിവൻ ഇൻ കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. അപ്പോൾ കോളം എയിലുള്ളതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കോളം ബിയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയണമെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പോകണം. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 കൊടുത്തിട്ടുണ്ട് ആർക്കിടെക്ചറിനെ കുറിച്ച്. അതായത് റിനൈസൻസ് ആർക്കിടെക്ചർ ടേബിൾ എയിൽ റിനൈസൻസ് ആർക്കിടെക്ചറും ബിയിൽ കുറച്ച് ഇതും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള ആ നവോത്ഥാനം എന്തൊക്കെയായിരുന്നു എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത് കൊടുത്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണോ എന്ന് നോക്കാൻ നമ്മൾ ആ ആർക്കിടെക്ചറിൻ്റെ ആ പോർഷൻ വായിച്ചാൽ മതി. അവിടെ 17-18 കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഫ്രം ദ ഗോതിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് മിഡീവൽ പീരീഡ്, ഇൻഫ്ലുവൻസ് ഓഫ് ആൻഷ്യൻറ്റ് ഗ്രീക്കോ-റോമൻ ക്ലാസിക്കൽ സ്റ്റൈൽ ഈസ് എവിഡൻറ്റ് ഇൻ ദ കത്തീഡ്രൽ ഹി ബിൽറ്റ് ഇൻ ഫ്ലോറൻസ്. അപ്പോൾ അവിടുത്തെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെൻറ്റ് ഫ്രം ദ ഗോതിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ. അപ്പോൾ ഗോതിക് ആർക്കിടെക്ചറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് അടുത്തൊരു വരുന്ന ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ, അല്ലേ? അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഗ്രീക്കോ റോമൻ സ്റ്റൈലിൻ്റെ സ്വാധീനമുണ്ടെന്ന്. അപ്പോൾ അത് ശരിയല്ലേ? അവിടെ ആർക്കിടെക്ചറിൽ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഗോതിക് സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ശരിയാണ്, അതിനകത്ത് വരും. ഇനി രണ്ടാമത്തത് ലോഫ്റ്റി ടവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് നമുക്ക് ഇനി ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ലോഫ്റ്റി ടവേഴ്സ് നോക്കിയൊക്കെ, ദ ലോഫ്റ്റി ടവേഴ്സ് ഫൗണ്ട് ഇൻ ഗോതിക് സ്റ്റൈൽ വെയർ റീപ്ലേസ്ഡ് വിത്ത് ഡോംസ്. അപ്പോൾ എന്താണ്, ലോഫ്റ്റി ടവറിനെ മാറ്റിയിട്ട് ഡോം ഇങ്ങനെ മുകുടം പോലത്തെ ഡോം വരുന്നു. അപ്പോൾ അത് ആൻസർ ഏതാണ്? അപ്പോൾ ലോഫ്റ്റി ടവേഴ്സ് അവിടെ റിനൈസൻസ് ആർക്കിടെക്ചറിൽ വരുന്നതല്ല. അപ്പോൾ രണ്ടാമത്തത് ക്യാൻസൽ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഡോംസ്, അത് നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്, ലോഫ്റ്റി ടവേഴ്സിന് പകരം ഡോംസ് ആണ് വന്നത്. അപ്പോൾ റിനൈസൻസ് ആർക്കിടെക്ചറിൽ ഡോംസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 ഉണ്ട്, 3 ഉണ്ട്. ഇനി നാലാമത്തെ നോക്കാം, ഡിഫറെൻറ്റ് ഫ്രം ഗോതിക് സ്റ്റൈൽ, അല്ലേ? അതാണ് ആക്ച്വലി ആദ്യം പറഞ്ഞത്. ഗോതിക് സ്റ്റൈലിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ഗ്രീക്കോ റോമൻ സ്റ്റൈൽ വന്നു എന്നാണ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷന് ശരിയാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്? എക്ക് കറക്റ്റായിട്ടുള്ള മാച്ചായിട്ടുള്ളത് 1, 3, 4. അപ്പോൾ ആൻസർ D 1, 3 and 4 ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. ഇനി താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് നമ്മൾ താഴെയുള്ള ഓപ്ഷനിൽ ശരിയായിട്ട് ആപ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ, പ്രൈവറ്റൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൊവൈഡിങ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ പ്രൈവറ്റൈസേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെവിടെ വരും? നമുക്ക് പ്രൈവറ്റൈസേഷനെ കുറിച്ച് ഇന്ത്യൻ എക്കണോമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. പേജ് നമ്പർ 175 ഇത് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈവറ്റൈസേഷൻ ഈസ് ദ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്, ഓഫ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ, അതായത് പൊതുമേഖലയുടെ പങ്ക് കുറച്ചിട്ട് പ്രൊവൈഡിങ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ദ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്ക് കുറച്ചിട്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്, അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്, ദ പ്രോസസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ത്രൂ ദ സെയിൽ ഓഫ് ഷെയർ ഈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ പ്രോസസ് ഓഫ് പ്രൈവറ്റൈസേഷൻ, അപ്പോൾ ഈ പ്രൈവറ്റൈസേഷനിലെ ഒരു പ്രക്രിയയാണ് എന്താണ്, ത്രൂ ദ സെയിൽ ഓഫ് ഷെയർ. അതായത് ആ ഷെയർ നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അവരുടെ ഷെയർ എന്തെയും വിൽപ്പനയ്ക്ക് വെക്കും, അല്ലെ? സെയിൽ ചെയ്യും. അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നോക്കുകയെ തൊട്ടടുത്ത വരികളിലായിട്ട് തന്നിട്ടുണ്ട്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ദ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സസ്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഇംപ്ലിമെന്റഡ് ത്രൂ, ഇതെങ്ങനെ
എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ദ സെയിൽ ഓഫ് ഷെയർസ്. അപ്പോൾ ഷെയർ സെയിൽ ചെയ്യുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ആൻസർ? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് കറക്റ്റ് ആണോ? അല്ല. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് അല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് സി, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട്, അത് വേണ്ട. നമ്മൾ പഠിച്ചു രണ്ട് സ്റ്റേറ്റ്മെന്റും ഇത് ശരിയാണെന്ന് പറഞ്ഞു വിത്ത് പ്രൂഫ്. ഓക്കെ, അപ്പോൾ ആൻസർ സി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ് 2 കോളം തന്നിട്ടുണ്ട്. എന്താണ്? ചേരുംപടി അങ്ങ് ചേർത്ത് വെക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മിനറൽസിനെ കുറിച്ചാണ് അല്ലേ? മിനറൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എവിടെയാണ്? ടുവേർഡ്സ് ദ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് മിനറൽസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 190 ജോഗ്രഫി ടെക്സ്റ്റിലെ പേജ് നമ്പർ 190 പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ മിനറൽസ് എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗമൊക്കെ ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് അതിൽ നോക്കാം. മിനറൽസ് 2 തരത്തിലുണ്ട്. മെറ്റാലിക് മിനറൽസും ഉണ്ട്, നോൺ മെറ്റാലിക് മിനറൽസും ഉണ്ട്. ആ മെറ്റാലിക് മിനറൽസ് തന്നെ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫെറസ് മിനറൽസ് എന്നും നോൺ ഫെറസ് മിനറൽസ് എന്നും. നോൺ മെറ്റാലിക്കിനെ ഇനോർഗാനിക് എന്നും ഓർഗാനിക് എന്നും പറഞ്ഞു. പിന്നെ അതിന്റെ എക്സാമ്പിൾ താഴെ ഒരു ടേബിളിൽ നിന്ന് എടുത്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തുള്ള ഒരു പാഠം, ആ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്? ഫെറസ് മെറ്റാലിക് മിനറൽ. ഫെറസ് മെറ്റാലിക് മിനറൽ ഏതിൽ വരും? ഫെറസ് മെറ്റാലിക് മിനറലിന്റെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അയൺ, മാംഗനീസ്, നിക്കൽ. അപ്പോൾ ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഫെറസ് മെറ്റാലിക് മിനറലിൽ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ ഉണ്ട്? മാംഗനീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഫെറസ് മെറ്റാലിക് മിനറൽ എ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോൺ ഫെറസ് മെറ്റാലിക് മിനറൽ ആണ് നോക്കുന്നത്. നോൺ ഫെറസ് മെറ്റാലിക് മിനറൽ നമ്മൾ പഠിച്ചു. അലുമിനിയം, ബോക്സൈറ്റ്, കോപ്പർ, സിങ്ക്, ഗോൾഡ്, സിൽവർ, ഇതൊക്കെയാണ് നോൺ ഫെറസ് മിനറൽസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കുക. ആ പറഞ്ഞ എക്സാമ്പിളിൽ ഏതുണ്ട്? ഇവിടെ കോപ്പർ ഉണ്ട്. അപ്പോൾ നോൺ ഫെറസ് മെറ്റാലിക് മിനറൽ 3 കോപ്പർ ആണ്. അപ്പോൾ B3 എന്ന് എഴുതാം. ഇനി അടുത്ത് സി, ഓർഗാനിക് നോൺ മെറ്റാലിക് മിനറൽ. അപ്പോൾ ഓർഗാനിക് നോൺ മെറ്റാലിക് മിനറലിൻ്റെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. ഓർഗാനിക് എന്ന് വെച്ചാൽ ജൈവികപരമായിട്ടുള്ളത്. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഗ്രാഫൈറ്റ്, ഇതൊക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ തന്നിട്ട്? കോൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ C4 എന്ന് എടുക്കാം. അടുത്ത ഡി, ഇനോർഗാനിക് നോൺ മെറ്റാലിക് മിനറൽസ്. ഇനോർഗാനിക് നോൺ മെറ്റാലിക് മിനറൽസിൽ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു. മൈക്ക, ലൈം സ്റ്റോൺ, മാർബിൾ, ക്ലേ, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ മൈക്ക നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈക്ക എഴുതാം. ഓക്കെ, അപ്പോൾ A2, B3, C4, D1 ആണ് ശരിക്കുള്ള ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ലെഡ് ദ ജനതാ പാർട്ടി ഗവൺമെന്റ് ദാറ്റ് കെയിം ടു പവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ നാഷണൽ എമർജൻസി? അപ്പോൾ നമ്മൾ നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞ ആ ടേം പഠിച്ചപ്പോൾ അവിടെ പഠിച്ചതാണ് അല്ലേ? എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ. അപ്പോൾ ഹൂ ലെഡ് ദ ജനതാ പാർട്ടി ഗവൺമെന്റ്. അപ്പോൾ ജനതാ പാർട്ടി ഗവൺമെന്റിനെ നയിച്ചത് ആരാണെന്ന്? ദാറ്റ് കെയിം ടു പവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ നാഷണൽ എമർജൻസി. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി ഗവൺമെന്റിന്റെ നേതാവ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 160, 161 ഇത് കൊടുത്തിട്ടുള്ളത്. ചാപ്റ്റർ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിനകത്താണ് വരുന്നത്. ഓക്കെ, ഹിസ്റ്ററിയാണ്, സോഷ്യൽ സയൻസ് ഫസ്റ്റിലാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ 160, 61 വായിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇൻ ദ ഇലക്ഷൻസ് ഹെൽഡ് ആഫ്റ്റർ ദ ഇമർജൻസി ദ കോൺഗ്രസ് ലോസ് ദ ഇലക്ഷൻ അല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷൻ നടന്നു. അപ്പോഴത്തേക്കും കോൺഗ്രസ് പാർട്ടി തോക്കുകയും പിന്നെ എന്താണ്? ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. ജനതാ പാർട്ടി ഫോം ദ ഗവൺമെന്റ് വിത്ത് മൊറാർജി ദേശായി ആസ് ദ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് നയിച്ചത്. അപ്പോൾ ആൻസർ സി, മൊറാർജി ദേശായി. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു സംഭവം നടന്ന അതായത് ആദ്യം നടന്നത് ഏത്, അടുത്തത് അങ്ങനത്തെ ഒരു ഓർഡറിൽ എഴുതാനാണ്, ക്രമീകരിച്ച് എഴുതാനാണ് ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറുതിൽ നിന്ന് ഇങ്ങനെ വലുതിലോട്ട് പോകുന്നത്, ആദ്യം നടന്നത് ഏത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറേ ഇൻസിഡൻസ് തന്നിട്ടുണ്ട്. ഈ ഇൻസിഡൻസ് എല്ലാം നമ്മൾ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വരുന്ന ഇൻസിഡൻസ് ആണ് ഇതെല്ലാം. അതിനകത്ത് നമ്മൾ ആദ്യം ഈ വർഷം അറിയണം. അപ്പോൾ വർഷം നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാമത് ചൗരി ചൗര ഇൻസിഡന്റ്. അപ്പോൾ ചൗരി ചൗര ഇൻസിഡന്റ് എപ്പോഴാണ് നടന്നതെന്ന് നോക്കിയാൽ അത് നമുക്ക് പേജ് നമ്പർ 117 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓൺ February 5, 1922 എന്ന് പറഞ്ഞ ചൗരി ചൗരയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കണം. അപ്പോൾ 1922 ചൗരി ചൗര ഇൻസിഡന്റ് സംഭവം നടക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ആ 117 പേജ് നമ്പറിൻ്റെ താഴോട്ട് വരുമ്പോൾ
സ്വരാജ് പാർട്ടി ഇൻ 1923 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്വരാജ് പാർട്ടി അല്ലേ, ഫോർമേഷൻ ഓഫ് സ്വരാജ് പാർട്ടി എന്ന് നമുക്ക് ഏത് വർഷം എഴുതാം? 1923 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ചമ്പാരൻ സ്ട്രഗിൾ ആണ്. ചമ്പാരൻ സ്ട്രഗിൾ പേജ് നമ്പർ 112 പോവാം. അവിടെ ഫ്രം ചമ്പാര ടു ഖേദ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇൻ 1917 ദ ഇന്റർവ്യൂണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വർഷം എന്ന് വെച്ചാൽ 1917 ആണ്. ഓക്കെ, അവിടെ നിന്ന് വർഷം കിട്ടും. പിന്നെ അടുത്ത് ജാലിയൻ വാലാബാഗ് മസാക്കർ. അപ്പോൾ അതെവിടെയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നമുക്ക് അല്ലാതെ തന്നെ അറിയാം 1919 ആണെന്ന് വർഷം അറിയാം. ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 114 പോയാൽ മതി. അവിടെ എന്താണ് സംഭവം, ആ റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റിപ്രഷൻ്റെ ആ താഴത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ എന്താണ് എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വർഷം കിട്ടും 1919. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇയേഴ്സ് കിട്ടി. ഇനി ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതണം. അപ്പോൾ ഏറ്റവും ആദ്യം നടന്ന ഏതായിരിക്കും? ചമ്പാരൻ സ്ട്രഗിൾ അല്ലെ, 1917 വർഷം നോക്കുമ്പോൾ 1917. അപ്പോൾ 2 ഫസ്റ്റ് വരും. അത് കഴിഞ്ഞ് 1919 ജാലിയൻ വാലാബാഗ്. ഓക്കെ, അപ്പോൾ 2, 4, പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് 1922 ആണ്. 1, 2, 4, 1, പിന്നെ 3, 1923. അപ്പോൾ നമുക്ക് ആൻസർ ബി 2, 4, 1, 3 എന്നുള്ള. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെന്റ്സ് വേർ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് നോട്ട് ഫൗണ്ട്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെന്റ്സ്, അപ്പോൾ താഴെ കുറച്ച് കോണ്ടിനെന്റ്സ് തന്നിട്ടുണ്ട്, വൻകരകൾ തന്നിട്ടുണ്ട്. വേർ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് നോട്ട് ഫൗണ്ട്. അപ്പം ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഇല്ലാത്തത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയുടെ എന്താണ് മുകളിലോട്ടും താഴെയും എത്രയാണ് 10 ഡിഗ്രി ആ ഒരു ഇതിനകത്ത് വരുന്നതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് 3rd ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ആ 3rd ചാപ്റ്ററിൽ ഇവിടെ പേജ് നമ്പർ 59 പോയാൽ നമുക്ക് അവിടെ കാണാം, ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ഒരു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഫിഗറും തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിച്ച് കോണ്ടിനെന്റ്സ് ഡസ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സ്പ്രെഡ് അക്രോസ്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സ്പ്രെഡായി കിടക്കുന്ന കോണ്ടിനെന്റ്സ് ഏതൊക്കെയെന്നാണ് അവിടെ പറയുന്നുണ്ട്. സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമുക്ക് നോക്കുക അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 0 ഡിഗ്രിക്ക് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയുടെ മുകളിലും താഴെയായിട്ട് 10 ഡിഗ്രിക്ക് ഇടയ്ക്ക് വരുന്നതാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, 10 ഡിഗ്രി വരെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുമായിട്ട് നോക്കുക. നമുക്ക് നോക്കുമ്പോൾ സൗത്ത് അമേരിക്കയാണ് ഒന്നാമത്തെ ഓപ്ഷൻ, അത് തന്നിട്ടുണ്ട്, നമ്മൾ എഴുതി അല്ലേ. വിച്ച് കോണ്ടിനെന്റ് ഡസ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സ്പ്രെഡ് അക്രോസിൽ നമ്മൾ സൗത്ത് അമേരിക്ക പഠിച്ചു. അതായത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉള്ള വൻകര കോണ്ടിനെന്റ്സിൽ സൗത്ത് അമേരിക്ക ഉണ്ട്. നോർത്ത് അമേരിക്ക ഉണ്ടോ? ഇല്ല. ആഫ്രിക്ക ഉണ്ട്, ഏഷ്യ ഉണ്ട്. അപ്പോൾ ആൻസർ എന്താ? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഇല്ലാത്തത്, ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ നോർത്ത് അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് എന്നാണ്. A, B എന്ന് പറഞ്ഞിട്ട് 2 കോളം തന്നിട്ടുണ്ട്. അപ്പോൾ ആ കോളത്തിനകത്ത് അതിന് യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. 1ാമത്തെ കോളത്തിൽ എയിൽ തന്നിട്ടുണ്ട് ഡോക്ടർ സ്വാമിനാഥൻ. അപ്പോൾ ഇവിടെ കുറച്ച് പേഴ്സണും അവരുടെ മേഖലയാണ് അപ്പുറത്ത് ബി എന്ന് പറഞ്ഞ ടേബിളിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡോക്ടർ MS സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് അറിയാം. ഓക്കെ, ഇനി അത് അറിയാത്തവർക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 142 വായിച്ചാൽ മനസ്സിലാവും. അവിടെ MS സ്വാമിനാഥൻ എന്താണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ റവല്യൂഷൻ എന്ന് കിട്ടും. അടുത്ത ജസ്റ്റിസ് ഫസൽ അലി ആരായിരുന്നു? അതായത് അതിനുവേണ്ടി പേജ് നമ്പർ 139 പോകാം. അപ്പോൾ ജസ്റ്റിസ് ഫസൽ അലി 1ാമത്തെ ഓപ്ഷനാണ്. ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമിച്ച കമ്മീഷനിൽ ഒരാളായിരുന്നു നമ്മുടെ ജസ്റ്റിസ് ഫസൽ അലി. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് 139 വായിച്ചാൽ അവിടെ കിട്ടും. ഇൻ 1953 ദ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ്. അപ്പോൾ 1953 സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തു. അത് ആരുടെ കീഴിലാണ്? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജസ്റ്റിസ് ഫസൽ അലി ഇൻക്ലൂഡിങ്. അപ്പോൾ ഫസൽ അലിയുടെ കീഴിലായിരുന്നു. പിന്നെ എന്താണ്, ആരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്? സർദാർ KM പണിക്കരും പിന്നെ HN കുൻസ്രുവും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കിട്ടും നമുക്ക് ജസ്റ്റിസ് ഫസൽ അലി എന്ന് എഴുതാം. B1 ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ഇനി അടുത്ത C ക്വസ്റ്റ്യൻ നോക്കാം. സിയിൽ പറയുന്നത് നമ്മുടെ ആരാണ്? VP മേനൻ. അപ്പോൾ VP മേനൻ ആരായിരുന്നു? ആൻസർ ഫോർ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. അത് നമ്മുടെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 137 പോയ അവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ മിഷൻ വാസ് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ്ഡ് ബൈ ദ ടീം ലെഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ, ദ ദെൻ ഹോം മിനിസ്റ്റർ, ആൻഡ് VP മേനൻ, ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഇൻ്റഗ്രേഷനിലാണ്
നമ്മുടെ BP മേനോൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത D, ഹോമി ജെ ഭാഭ അല്ലേ, അതും നമുക്കറിയാം. അപ്പോൾ ഏതായിരിക്കും? സ്പേസ് റിസർച്ച് അല്ലേ. അവിടെ നമ്മൾ SS ഫസ്റ്റിലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 145 പോയാൽ അവിടെ കാണും സ്പേസ് റിസർച്ചിന്റെ അവിടെ ആയിട്ട് ഹോമി ജെ ഭാഭയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഹോമി ജെ ഭാഭ വരുന്നത്? സ്പേസ് റിസർച്ചിലാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ B, A3, B1, C4, D2. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഇഫ് ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ആർ 32 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 24 ഡിഗ്രി സെൽഷ്യസ് റെസ്പെക്റ്റീവ്ലി, കാൽക്കുലേറ്റ് ദ ഡെയിലി മീൻ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇഫ് എങ്കിൽ ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചേഴ്സ് ഓഫ് എ ഡേ, ഒരു ദിവസത്തിലെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസും മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 24 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണ്? സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് സെക്കൻഡിൽ പേജ് നമ്പർ 11 പോയാൽ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിൽ കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ ആവും. അപ്പോൾ ഇവിടെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചർ എത്രയാണ്? 32 + 24 ഡിഗ്രി അല്ലേ, 24 ഡിഗ്രി സെൽഷ്യസ്. അതേ, അപ്പോൾ 32 + 24 ചെയ്യുക, അതേ ഡിവൈഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 28 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞു. ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 15 in 2 or more സെൻറ്റൻസ്. അപ്പോൾ സെൻറ്റൻസസ് 9 മുതൽ 15 ഉള്ളതിന് 2 അതിൽ കൂടുതൽ സെൻറ്റൻസിൽ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്കോറിന് 2 മാർക്കാണ്. അപ്പോൾ 2 മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതണം. അപ്പോൾ 2 മാർക്കിനാകുമ്പോൾ ഒരു 3 കൂടി പോയ 4 സെൻറ്റൻസ് ഒക്കെ, അതിൽ കൂടുതൽ എഴുതണ്ട. ഓക്കെ, കാര്യം എന്താണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മീൻ ബൈ സ്റ്റീരിയോ ടൈപ്പ്? എന്താണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൺ സ്റ്റീരിയോ ടൈപ്സ്, റൈറ്റ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഈ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ സ്റ്റീരിയോ ടൈപ്സിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. റൈറ്റ് ആൻ എക്സാമ്പിൾ, അതിനൊരു ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 51 പോകാം. അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവിടെ ഒരു പാര ഫുള്ളുണ്ട്. അതിന് നിങ്ങൾ 2 മാർക്കിനാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ച് എഴുതിയാൽ മതി. അപ്പം ഞാനിവിടെ 2 മാർക്കിനായതുകൊണ്ട് കുറച്ചേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ? ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബിലീവ്സ് ഓർ ഐഡിയാസ് ആർ റെഫേർഡ് ടു എസ് സ്റ്റീരിയോ ടൈപ്പ്. അതായത് ജനറലായിട്ട് പറയില്ലേ, ജനറലായിട്ടുള്ള പൊതുവായി പറയുന്ന പ്രസ്താവനകൾ, പിന്നെ വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ടു മേക്ക് ദാറ്റ് ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബലിയസ് ആൻഡ് ഇറസ്പോൺസിബിൾ. അതായത് ജനറലായിട്ട് നമ്മൾ പറയത്തില്ലേ, എന്താണ്? ഇപ്പോഴത്തെ ടീനേജേഴ്സ് എല്ലാവരും റിബലിയസ്, എന്താണ്, പ്രതിഷേധാത്മകകളും കലാപക്കാരും, പിന്നെ ആൻഡ് ഇറസ്പോൺസിബിൾ എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ ഒരു പൊതുവായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ പൊതുവായി ഇങ്ങനെ വിലയിരുത്തില്ലേ, പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റീരിയോ ടൈപ്പ് ആവരുതേ എന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ പറയുവാണ്, നിങ്ങൾ ടീനേജേഴ്സ് എല്ലാവരും എന്താണ്, ഒരു ജനറൽ പറയുമോ, എല്ലാവരും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് ഇപ്പോഴത്തെ ടീനേജേഴ്സ്, അതെന്ന് പറഞ്ഞ ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ബാക്കിയും ചോദിക്കുന്നുണ്ട്. കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൺ സ്റ്റീരിയോ ടൈപ്സ്. അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്സിനെ ബേസ് ചെയ്താണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്, പലപ്പോഴും കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എഴുതാം, നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ദാറ്റ് ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബലിയസ് ആൻഡ് റെസ്പോൺസിബിൾ, ബട്ട് സച്ച് സ്റ്റീരിയോടൈപ്പിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ലെഡ് ടു എ ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ടീനേജേഴ്സ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും പറയുവാണ്, നിങ്ങൾ ടീനേജേഴ്സ്, ഇപ്പോഴത്തെ ടീനേജേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പിള്ളേരാണെന്ന് പറയുമ്പോൾ അതൊരു പരിധിവരെ ഒരു കൂട്ടം ആൾക്കാർ എന്താണ്, അവരിലുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ എന്താണ് കുറവ് വരുത്തുവാണ്. അപ്പോൾ നമുക്കിതിനെ കൊണ്ടൊന്നും കഴിവില്ല എന്ന് വരുത്തുവാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഹൗ കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്താണ് കോമൺ സെൻസ് നോളജ് അങ്ങനെ ഇത്തരത്തിൽ അങ്ങനെ വിചാരിച്ച് അവരെന്ത് ചെയ്യും? മോറോവർ ഇറ്റ് റിസൾട്ട്സ് ഇൻ മിസ്പ്ലേസ്ഡ് അസംഷൻസ് അബൌട്ട് ദെയർ ബിഹേവിയർ. അപ്പോൾ അവരുടെ ഒരു ബിഹേവിയർ തന്നെ എന്താണ്, ഓരോ അസംഷൻ അനുസരിച്ച് മിസ്പ്ലേസ് ആവുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഹൗ കോമൺ സെൻസ് നോളജ് ഈസ് ഓഫൺ ബേസ്ഡ് അപ്പോൺ സ്റ്റീരിയോ ടൈപ്സ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ നമ്മുടെ കോമൺ സെൻസ് നോളജ് പലപ്പോഴും സ്റ്റീരിയോ ടൈപ്പിനെ ബേസ് ചെയ്താണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പാരഗ്രാഫ് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായാൽ ആ കാര്യം മനസ്സിലാവും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ 2 മാർക്കിനുള്ള രീതിയിൽ എഴുതാൻ പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. The equatorial climatic region does not experience a distinct dry season. Do you agree with this statement?
സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. അപ്പോൾ ചോദ്യം ഇതാണ്, ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ, അതായത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഡസ് നോട്ട് എക്സ്പീരിയൻസ് എ ഡിസ്റ്റിങ്ക്ട് ഡ്രൈ സീസൺ. അതായത് എന്താ, ഒരു ഡ്രൈ സീസൺ, വരണ്ട കാലം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ആയിരിക്കുന്നില്ല, അതിൽ തുടർന്നിരിക്കുന്നില്ല. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ, നിങ്ങളുടെ ആൻസർ വിലയിരുത്തി സാധൂകരിക്കുക എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ ആൻസർ പറയാം? ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ പേജ് നമ്പർ 37 സോഷ്യൽ സയൻസ് സെക്കൻഡിൽ പേജ് നമ്പർ 37 പോവുക. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് എന്താ, അതിന് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ഐ എഗ്രി എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഇതിനോട് യോജിക്കുന്നുണ്ട്, കാരണം അത് ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ് ഐ എഗ്രി, ഞാൻ ഇതിനോട് സമ്മതിക്കുന്നുണ്ട്, യോജിക്കുന്നുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഹൈ റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ വർഷം മുഴുവനും ഈ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ്റെ പ്രത്യേകത എന്തെന്നാ, ഒരു സവിശേഷത എന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലും പിന്നെ എന്താണ്, മഴയും കൂടുതലാണ്. അപ്പോൾ വർഷം മുഴുവൻ അതിന് ടെമ്പറേച്ചറും കൂടുതലായിരിക്കും, മഴയും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വരണ്ടിരിക്കാൻ പറ്റുമോ? മഴ, അതായത് ചൂടുണ്ട്, അതിനനുസരിച്ച് മഴയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എപ്പോഴും കാലാവസ്ഥ വരണ്ടിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ദിസ് ക്ലൈമറ്റ് റീജിയൻ ഈസ് ഹോട്ടർ ബിക്കോസ് സൺസ് റേസ് ഫോൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഈ ക്ലൈമറ്റിക് റീജിയൻ, അപ്പോൾ ഈ ഒരു റീജിയൻ, ഈ ഒരു പ്രദേശം എന്ന് വെച്ചാൽ ഹോട്ടറാണ്, നല്ല ചൂടാണ്. ബിക്കോസ് എന്തെന്നാൽ സൺസ് റേസ്, സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ, സൂര്യകിരണങ്ങൾ ഫോൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ നേരെ കുത്തനെ വന്ന് പതിക്കുന്നുണ്ട്, വർഷം മുഴുവനും വന്ന് പതിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ എയർ കൺവെക്ഷൻ ആൻഡ് കൺവെക്ഷണൽ പ്രസിപ്പിറ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ചൂട് വന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം എയർ കൺവെക്ഷൻ ഉണ്ടാവും, അതായത് മുകളിലോട്ട് പോകും അല്ലേ, നീരാവിയായിട്ടൊക്കെ മുകളിലോട്ട് പോയി അങ്ങനെ മഴമേഘം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ചൂട് കൂടുമ്പോൾ എന്തായാലും അവിടുത്തെ ചൂട് കൂടുമ്പോൾ നമ്മുടെ ഇവാപ്പറേഷനൊക്കെ നടന്ന് മുകളിലോട്ട് പോയി ക്ലൗഡ് ഫോം ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും, പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകും, അതായത് മഴ പെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി പറയുന്നത്, ദീസ് ഏരിയാസ് റിസീവ് റെയിൻഫോൾ എവറി ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ. അപ്പോൾ ഉച്ച വരെ ഇവിടെ ചൂടാണെങ്കിൽ, നല്ല ചൂടാണെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം അവിടെ എന്തായിരിക്കും, മഴയായിരിക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ചൂടും നന്നായിട്ട് കിട്ടുന്നുണ്ട്, മഴയും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഡ്രൈ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് യെസ് ഐ എഗ്രി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇലൂസിഡേറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെർക്കന്റിലിസം. ഓക്കെ, അപ്പോൾ ഇനി മെർക്കന്റിലിസത്തിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷതകൾ പറയാനാണ് പറയുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ പേജ് നമ്പർ 72 പോകാം. ഓക്കെ, അവിടെ എന്താ താഴെ, ആ മെർക്കന്റിലിസത്തിന് താഴെ കൊടുത്തിട്ടുണ്ട്, എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെർക്കന്റിലിസം വാസ് ദ എഫേർട്ട് ടു പ്രിസർവ് എ നേഷൻസ് വെൽത്ത്, ഗോൾഡ് ആൻഡ് സിൽവർ, ബൈ റെഡ്യൂസിങ് ഇമ്പോർട്ട്സ് ആൻഡ് ഇൻക്രീസിങ് എക്സ്പോർട്ട്സ്, ദെയർബൈ അമേസിങ് വെൽത്ത് ഫ്രം അതർ നേഷൻ. അപ്പോൾ ഈ മെർക്കന്റിലിസത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എന്താ, എഫേർട്ട് ടു പ്രിസർവ് എ നേഷൻസ് വെൽത്ത്, അതായത് ഒരു രാജ്യത്തിൻ്റെ വെൽത്ത്, ധനം, സമ്പാദ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരുന്നു? ഗോൾഡ് ആൻഡ് സിൽവർ. അത് ഏതിലൂടെയാണ് സമ്പത്ത് നേടിയിരുന്നത്? ഗോൾഡ് ആൻഡ് സിൽവർ. ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ, നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ഗോൾഡ്, സിൽവറൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സമ്പത്ത് നമ്മളെങ്ങനെയാണ് ഈ മെർക്കന്റിലിസത്തിലൂടെ നമ്മൾ അതിനെ സംരക്ഷിക്കുകയാണ്. ബൈ റെഡ്യൂസിങ് ഇമ്പോർട്ട്സ് എന്ന് വെച്ചാൽ, ഇമ്പോർട്ട്സ് എന്ന് വെച്ചാൽ ഇറക്കുമതി കുറച്ചിട്ട്, ആൻഡ് ഇൻക്രീസിങ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ കയറ്റുമതി. അപ്പോൾ ഇറക്കുമതി കുറച്ചിട്ട് കയറ്റുമതി, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു രാജ്യത്തോട്ട് ചുമ്മാ അങ്ങനെ കയറ്റുമതി ചെയ്യത്തില്ല. നമുക്കതിലൂടെ വരുമാനം ലഭിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വരുമാനം, അതായത് സമ്പാദ്യം ലഭിക്കും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ നോട്ട് ഓൺ ദ ഹ്യൂമിഡ് വിന്റർ സീസൺ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ റൈറ്റ് എ നോട്ട്, ഒരു കുറിപ്പ് എഴുതാനാണ്, ഓൺ ദ ഹ്യൂമിഡ് വിന്റർ സീസൺ എക്സ്പീരിയൻസ്ഡ് ഇൻ ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനിൽ അനുഭവപ്പെടുന്ന ഒരു ഹ്യൂമിഡ് വിന്റർ സീസണെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് പേജ് നമ്പർ SS സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 44 പോവാം. അവിടെ ആ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് താഴെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, 2 മാർക്സിന് അത്രയൊക്കെ മതി.
ഇറ്റ് ഈസ് എ റീജിയൻ. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ റീജിയനെ എന്താ പറയുന്നത്, ദാറ്റ് എക്സ്പീരിയൻസ് ഡ്രൈ സമ്മേഴ്സ് ആൻഡ് ഹ്യൂമിഡ് വിൻറ്റേഴ്സ്. അപ്പോൾ അവിടെ ഡ്രൈ സമ്മറുമാണ്, വരണ്ട വേനലും, പിന്നെ എന്താണ് ഹ്യൂമിഡ് ആർദ്രത കൂടിയ വിൻ്ററും ആണ് ഉള്ളത്. ടെമ്പറേച്ചർ ഓഫ് അറൌണ്ട് 20 to 25 degrees Celsius ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ സമ്മർ. അപ്പോൾ സമ്മറിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് സമ്മറിൽ ഇവിടുത്തെ കാലാവസ്ഥ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ടെമ്പറേച്ചർ ഡ്യൂറിങ് വിൻ്റർ ഈസ് 10 degrees Celsius to 16 degrees Celsius. ഇനി ഹ്യൂമിഡ് വിൻ്ററിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താ, വിൻ്റർ സീസണിലെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, പിന്നെന്താണ്, വിൻ്റർ റെയിൻഫോൾ ഓഫ് 30 to 75 centimeter distinguish this region from other climatic region. അപ്പം മറ്റ് ക്ലൈമാറ്റിക് റീജിയൻസിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നത് ഇവിടുത്തെ റെയിൻഫോൾ ഓഫ് 30 to 75 centimeter ആണ്. ഇനി റെയിൻസ് ഡ്യൂറിങ് ദ വിൻ്റർ ആർ ബെനിഫിഷ്യൽ ടു ദ വിൻ്റർ ക്രോപ്സ്. അപ്പോൾ ഈ വിൻ്റർ സീസണിലുള്ള ഈ റെയിൻസ് ആണ് ആ വിൻ്റർ ക്രോപ്സിന് ആവശ്യമായിട്ടുള്ള നേട്ടകരമായിട്ടുള്ളത് അവിടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഇത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് റേസ് അഗെയിൻസ്റ്റ് ദ റൗലറ്റ് ആക്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് റൗലറ്റ് ആക്ടിനെതിരെ വളരെ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത്? നമുക്കറിയാം, റൗലറ്റ് ആക്ട് പഠിച്ചു അല്ലേ. അപ്പോൾ റൗലറ്റ് ആക്ടിനെതിരെ കുറേ പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് SS ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 പോവാം. ഓക്കെ, അവിടെ എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്, അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്, പ്രതികരിക്കേണ്ടി വന്നു. അതാണ് ഇവിടുത്തെ മെയിൻ കാരണം. അപ്പോൾ എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതെന്തുകൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം വന്നു എന്ന് പറഞ്ഞാലും എഴുതേണ്ട ഒരു പോയിന്റ് ഇതാണ്. Okay, the British government took a few steps to repress the Indian freedom movement which gained momentum after World War I. അപ്പോൾ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ, 2 മാർക്കിനാണെങ്കിൽ കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ എന്താ പറയുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ്, അതായത് ഈ ഇന്ത്യയിൽ അപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്കാർ എന്താണ് ഇങ്ങനെ ഓരോ പ്രൊട്ടസ്റ്റൊക്കെ കൊണ്ടുവരുന്നത്, അതിനെ ഒന്ന് റിപ്രസ് ചെയ്യാൻ, അതിനെ എന്താണ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പുതിയൊരു തന്ത്രമൊക്കെ കൊണ്ടുവന്നു. കുറച്ച് സ്റ്റെപ്പുകൾ, മുൻകരുതലുകൾ എടുത്തു. എന്തൊക്കെയാണ്? The Rowlatt Act of 1919 was implemented as part of this effort. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് 1919 റൗലറ്റ് ആക്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റൗലറ്റ് ആക്ട് പ്രകാരം, അക്കോർഡിംഗ് ടു ദിസ് ലോ, അപ്പോൾ റൗലറ്റ് ആക്ട് പ്രകാരം എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിത്തൗട്ട് എ വാറണ്ട്. അപ്പോൾ വാറണ്ട് ഇല്ല, നമുക്കിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ട് വേണം അല്ലേ, അറസ്റ്റ് വാറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ തന്നെ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു നിയമമാണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ വേറൊരു പ്രത്യേകത, എനിവൺ കുഡ് ബി ജയിൽ വിത്തൗട്ട് ട്രയൽ, വിചാരണ കൂടാതെ, അതായത് കോടതിയിൽ വിചാരണ, അവർക്ക് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അവരെന്ത് ചെയ്യും, ജയിലിൽ പിടിച്ചടയ്ക്കും. അങ്ങനത്തെ ഒരു നിയമമായിരുന്നു ഈ റൗലറ്റ് ആക്ട്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്തിനാണ് കൊണ്ടുവന്നത്, അപ്പോൾ ഇതിൽ മുൻനിരയിൽ നിൽക്കുന്ന ലീഡേഴ്സിനെ എന്ത് ചെയ്യും, നമുക്ക് അവർക്ക് ജയിലിലടയ്ക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മുടെ നേതാക്കന്മാർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു കൂട്ടായ പ്രക്ഷോഭമൊക്കെ അവിടെ വരുന്നത്. ഗാന്ധിജി കോൾ ഫോർ നാഷണൽ ഹർത്താൽ, അതിൻ്റെ ഫലമായിട്ട് ഗാന്ധിജി എന്താണ് ഒരു ദേശീയ ഹർത്താലൊക്കെ പ്രചരിപ്പിച്ചു on April 6, 1919 to protest this repressive law. ഈ അടിച്ചമർത്തുന്ന ഈ നിയമത്തിനെതിരെ എന്താണ്, ദാറ്റ് കർട്ടെയിൽഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളെ പോലും ഇല്ലാതാക്കുന്ന ഈ ഒരു നിയമത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ദേശീയപരമായിട്ട് ഹർത്താലൊക്കെ ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ വരുന്ന ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ SS ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 156 പോകാം. ഓക്കെ, അവിടെ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത്ര എഴുതിയാൽ മതി 2 മാർക്കിന്. ശരിക്കും ഈ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനൊക്കെ, അതായത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് ശേഷം എന്താണ്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു. പിന്നെ കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട്, രാജഭരണം ഉണ്ടെന്ന്, അവർ നമ്മൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ടോ, യോജിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ, അതങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ആ ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു സമയത്ത് വരുന്നതാണ് ഈ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. The princely states should maintain their status quo was the provision based on this agreement. അപ്പോൾ ഈ princely states should maintain their status quo was the
പ്രൊവിഷൻ ബേസ്ഡ് ഓൺ ദിസ് എഗ്രിമെൻറ്റ്. അപ്പോൾ ഈ എഗ്രിമെൻ്റ് പ്രകാരം ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് അവരുടെ ഒരു സ്റ്റാറ്റസ്, അവരുടെ ഒരു നിലനിൽപ്പ്, അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നിലനിർത്താൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു ഈ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. ഓക്കെ, ദിസ് എഗ്രിമെൻറ്റ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ദീസ് സ്റ്റേറ്റ്സ് ഫ്രം ജോയിനിങ് പാകിസ്ഥാൻ. അതായത് അവരെ, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ പാകിസ്ഥാനിലോട്ട് ജോയിൻ ചെയ്യുന്നതിൽ നിന്നും അവരെ സഹായിച്ചു, അതിന് തടയുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയാണ് ചെയ്തത്. ആ ഒരു എഗ്രിമെൻ്റാണ് സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. എ ടൈപ്പ് ഓഫ് മാസ് വേസ്റ്റിംഗ് ദാറ്റ് ഓഫൺ ഒക്കേഴ്സ് ഇൻ ദ ഹൈ റേഞ്ച് ഏരിയാസ് ഓഫ് കേരള ഈസ് ഉരുൾപൊട്ടൽ. അല്ലേ? എ ടൈപ്പ് ഓഫ് മാസ് വേസ്റ്റിംഗ്, അതായത് എന്താണ് ഒരു മാസ് വേസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ ഒരുമിച്ച് ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ ചോർന്ന് ഒലിച്ചങ്ങ് പോകുന്നില്ലേ, അത് ഓഫേഴ്സ്. അത് എപ്പോഴും പലപ്പോഴും ഒക്കേഴ്സ് നടക്കുന്ന എവിടെയാണ്? ഇൻ ദ ഹൈ റേഞ്ച് ഏരിയാസ് ഓഫ് കേരള. അപ്പോൾ കേരളത്തിലെ ഹൈ റേഞ്ച് ഏരിയസിലാണ് എപ്പോഴും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഉരുൾപൊട്ടൽ? അങ്ങനെയാണെങ്കിൽ ചോദിക്കുവാണ് എന്താണ് ഈ ഉരുൾപൊട്ടൽ? പിന്നെന്താണ്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം വെതറിങ്? അപ്പോൾ ഇത് വെതറിങ്ങിൽ നിന്നും എങ്ങനെയാണിത് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം അറിയാം, ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, മലയോര പ്രദേശങ്ങളൊക്കെ മഴയൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ആ പ്രദേശം മൊത്തം ഇങ്ങനെ എന്താണ് വാർന്നൊലിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉരുൾപൊട്ടൽ. ഈ വെതറിങ് എന്ന് പറഞ്ഞ അതേസമയം എന്താണ്, വെതറിങ് എന്ന് പറയുന്നത് കുറേ വർഷത്തോളം എന്താണ് രാസപരവും ജൈവപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് ഈ കല്ലുകൾക്ക് എന്താണ് രാസമാറ്റമൊക്കെ സംഭവിച്ച് പുതിയൊരു ഫോമിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഉരുൾപൊട്ടൽ എന്ന് വെച്ചാൽ ഒരു സഡനായിട്ട് നടക്കുന്നതാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത നടക്കുന്നതാണ്. പക്ഷേ എന്നാൽ ഇതെന്ന് വെച്ചാൽ എന്താണ്, വെതറിങ് എന്ന് വെച്ചാൽ കുറേ കാലം കൊണ്ട് മാറ്റം സംഭവിച്ചുണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതി ഫലിപ്പിക്കേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഉരുൾപൊട്ടൽ എന്താണെന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ SS സെക്കൻഡിലെ പേജ് നമ്പർ 154 പോകാം. SS സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 154. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ ഹില്ലി റീജിയൻസ് ഓഫ് കേരള ഇൻറ്റൻസ് റെയിൻഫോൾ ഓഫൻ triggers landslides or debris flows which may occur either separately or in combination. This phenomenon is locally known as ഉരുൾപൊട്ടൽ ആൻഡ് ക്യാൻ ഓഫൺ ബി ഹൈലി ഡിസ്ട്രക്റ്റീവ്. അപ്പോൾ ഇൻ ദ ഹില്ലി റീജിയൻസ് ഓഫ് കേരള, അപ്പോൾ കേരളത്തിൻ്റെ ഈ ഹില്ലി റീജിയൻസ്, കുന്ന് പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇൻറ്റൻസ് റെയിൻഫോൾ എന്ന് വെച്ചാൽ അതിതീവ്രമായ മഴ പെയ്യുമ്പോൾ ഓഫൺ ട്രിഗേഴ്സ്, അതെന്ത് ട്രിഗർ ആവും? ലാൻഡ് സ്ലൈഡ്സ്. അപ്പോൾ അങ്ങനെ മഴ ഇങ്ങനെ ഒത്തിരി പെയ്യുമ്പോൾ അവിടെ ലാൻഡ് സ്ലൈഡ്, അതായത് എന്താണ് ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ ആ ഒരു കരഭാഗം എന്ത് തെന്നി നീങ്ങി താഴോട്ട് വരുന്ന ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ ഓർ അതിനെ തന്നെ ഡെബ്രിസ് ഫ്ലോസ് എന്ന് വെച്ചാൽ എന്താണ്, അവിടുത്തുള്ള അവശിഷ്ടങ്ങളും എല്ലാം കുത്തി ഒലിച്ച് താഴോട്ട് ഒലിച്ച് പോകുന്ന ഒരു അവസ്ഥ വരും. വിച്ച് മേ ഒക്കർ എയ്തർ സെപ്പറേറ്റ്ലി, ഒന്നുകിൽ അത് സെപ്പറേറ്റ് വേർതിരിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇതെല്ലാം കൂടെ അവശിഷ്ടങ്ങളും ലാൻഡും എല്ലാം കൂടെ ഒരുമിച്ചും പോവാറുണ്ട്. ഓക്കെ, ദിസ് ഫിനോമിനൻ, ഈ പ്രതിഭാസം ഈസ് ലോക്കലി നോണസ്, അപ്പോൾ ലോക്കലായിട്ട് പറയുന്ന ഭാഷയാണ് ഉരുൾപൊട്ടൽ. ആൻഡ് ക്യാൻ ഓഫൺ ബി ഹൈലി ഡിസ്ട്രക്റ്റീവ്. അതെന്ന് വെച്ചാൽ പലപ്പോഴും വളരെയധികം നാശം വിതയ്ക്കുന്ന എന്നാണ് അല്ലേ, നമ്മുടെ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ വയനാടൊക്കെ ന്യൂസിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത് വളരെ ഒരു ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, ദോഷകരമായിട്ടുള്ള, നാശം വിതയ്ക്കുന്ന ഒരു വിപത്താണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, വെതറിങ്ങും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെതറിങ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഓർക്കേണ്ടത് എന്താണ്, സഡൻ ആയിട്ടുള്ളതാണ് അല്ലേ, ഇത് സഡൻ മൂവ്മെൻ്റ് ആണ്. അതേസമയം അപ്പോൾ അതെങ്ങനെ എഴുതാം, വെതറിങ് എങ്ങനെ എഴുതാം? അപ്പോൾ അതിന് എഴുതാനാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 151 പോവാം. അവിടെ വെതറിങ്ങിൽ പറയുമ്പോൾ എന്താ, എർത്ത് ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ആൻഡ് ദാറ്റ് ദേ ഹാവ് ബീൻ സബ്ജക്ട് ടു വേരിയസ് ചേഞ്ചസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ കുറേ കാലങ്ങൾ കൊണ്ട് ഈ അവിടുത്തെ റോക്സിനും ഒക്കെ എന്താ പലതരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് സെർട്ടൈൻ എക്സോജീനസ് ഫോഴ്സ് റോക്സ് ആർ മെക്കാനിക്കലി ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ഓർ കെമിക്കലി ഡികമ്പോസ്. അപ്പോൾ കെമിക്കലിയും മെക്കാനിക്കലിയും ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണ്. ദ പ്രോസസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ദീസ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ്. അപ്പോൾ ഈ കെമിക്കൽ ചേഞ്ചും മെക്കാനിക്കൽ ചേഞ്ചും കൊണ്ടുവരുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ, അത് ഏതിലാണ്, റോക്സിൽ കൊണ്ടുവരുന്ന ഈ പ്രക്രിയയാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഒന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതിന് ചുരുക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ രണ്ടും കൂടി ഡിഫറൻഷ്യേറ്റ് എഴുതി വെക്കുക. എന്താണ്, മറ്റേത് സഡൻ ആയിട്ടുണ്ടാകുന്നത്, ഇത് ലോങ് പീരീഡ് ഓഫ് ടൈം, ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്ത് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 23 ഇൻ 3 or more sentences ഈച്ച്. അപ്പോൾ 3 അതിൽ കൂടുതലോ സെൻറ്റൻസിൽ ഓരോ ക്വസ്റ്റ്യനും ഉത്തരം എഴുതാവുന്ന, ഏത് മുതൽ 16 മുതൽ 23 വരെ. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണുള്ളത്. ഓക്കെ, അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ടെൻഷൻസ് ഇൻ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്. അപ്പോൾ എന്താ പറയുന്നത്,
ഫാക്ടേഴ്സ് ഘടകങ്ങൾ ദാറ്റ് കോസ് ടെൻഷൻസ്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം? അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് പേജ് നമ്പർ 174, 175 കൂടെയാണ് കിടക്കുന്നത്. സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 174, 175 നോക്കുക. അപ്പോൾ അത് അത്രയും വായിക്കണം. അതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതാനാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, മിസ്യൂസ് ഓഫ് ആർട്ടിക്കിൾ 356. ദ ഫ്രീക്വന്റ് ഡിസ്മിസൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബൈ സെൻറ്റർ യൂസിങ് ദ ഗവർണേഴ്സ് റിപ്പോർട്ട് ഈസ് എ മേജർ പോയിന്റ് ഓഫ് കോൺഫ്ലിക്റ്റ്. അതായത് ഫ്രീക്വന്റ് ഡിസ്മിസൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യും എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈ ദ സെൻറ്റർ. അപ്പോൾ കേന്ദ്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യും. ഏതുപയോഗിച്ചിട്ടാണ്? യൂസിങ് ദ ഗവർണേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ ഗവർണർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സെൻറ്റർ, കേന്ദ്രം ഈ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്മിസ് ചെയ്യുന്നത് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ആർട്ടിക്കിൾ 356 പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ദുരുപയോഗം ചെയ്യുന്നത്. മിസ്യൂസ് ഓഫ് ആർട്ടിക്കിൾ 356 ഒരു ഫാക്ടറാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? റോൾ ഓഫ് ദ ഗവർണർ പറയാം അല്ലേ. ഗവർണേഴ്സ് ആർ ഓഫൺ സീൻ ആസ് ഏജൻറ്റ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് റാദർ ദാൻ ന്യൂട്രൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ ഗവർണറിൻ്റെ അവിടെ വായിച്ചാൽ മനസ്സിലാവും. ഗവർണർ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിലൂടെ ഒന്നും വരുന്നതല്ല. നമ്മുടെ മറ്റ് മന്ത്രിമാരെ ഇലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഗവർണർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു വ്യക്തി, റെക്കമെൻഡേഷനോട് കൂടെ വരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ പലപ്പോഴും ഗവർണറിൻ്റെ അഭിപ്രായങ്ങളും സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. ഇനി അടുത്ത് ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ്. ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തികപരമായ തർക്കങ്ങൾ അല്ലേ. ടെൻഷൻസ് അറൈസസ് ഓവർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ ആൻഡ് ദ ഡിസ്ക്രിറ്ററി നേച്ചർ ഓഫ് സെൻട്രൽ ഗ്രാൻസ് ടു സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ ടാക്സ്, അതായത് നമ്മൾ ഈ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ, ടാക്സ് റവന്യൂ, ടാക്സിൽ കളക്ട് ചെയ്ത ആ എമൗണ്ട് ഇങ്ങനെ വിതരണം ചെയ്യുമല്ലോ സംസ്ഥാനങ്ങൾക്കിടയിൽ. അപ്പോൾ അതിലുള്ള പൊരുത്തക്കേടുകൾ കാരണം അതൊരു പ്രശ്നമായിട്ടൊക്കെ. പിന്നെ സെൻട്രൽ ഗ്രാൻഡ്, അതായത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഗ്രാൻഡ് കൊടുക്കും സംസ്ഥാനങ്ങൾക്ക്, അതിലുമുള്ള പൊരുത്തക്കേടും അതൊക്കെ കാരണവും പ്രശ്നങ്ങളുണ്ടാകും. അതായത് സാമ്പത്തിക പരമായിട്ടുള്ള തർക്കങ്ങളും ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റുള്ളതുണ്ട്, നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഇനി അടുത്ത് അതിൻ്റെ തന്നെ ഇതല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ബി. ഈ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ ഇതെഴുതാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫാമേഴ്സ് മൂവ്മെൻറ്റ്സ് ദാറ്റ് ഹാവ് എമേർജ്ഡ് ഇൻ ഇന്ത്യ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ്. അപ്പോൾ എക്സ്പ്ലെയിൻ, വിവരിക്കുക. ദ ഫാമേഴ്സ് മൂവ്മെൻറ്റ്സ്, അതായത് കൃഷിക്കാരുടെ മൂവ്മെൻറ്റ്സ്, അതായത് കൃഷിക്കാർ നടത്തിയ എന്താണ് പ്രക്ഷോഭങ്ങൾ. ദാറ്റ് ഹാവ് എമേർജ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ളതും. അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ്, അപ്പോൾ കൃഷിക്കാർ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് ഉണ്ടായ പ്രക്ഷോഭങ്ങൾ, ഇന്ത്യയിലുണ്ടായ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റ്, ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ പേജ് നമ്പർ 168 അവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂമറസ് മൂവ്മെൻറ്റ്സ് ഹാവ് എമേർജ്ഡ് ഇൻ ഇന്ത്യ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ്. അപ്പോൾ ധാരാളം പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്താണ്? കർഷകർ അനുഭവിച്ച പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്. ദ റിഫോംസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് പ്രൊഡക്ഷൻ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് എംപ്ലോയ്മെൻറ്റ് സെക്ടർ. അപ്പോൾ എന്താണ്? ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ പുതിയ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. അതെന്ത് ചെയ്തു? ഈ കൃഷിയുടെ ഉൽപ്പാദനത്തിനെയും ഭക്ഷ്യസുരക്ഷയും പിന്നെ തൊഴിൽ മേഖലയൊക്കെ കാര്യമായി ബാധിച്ചു. എഗെയിൻസ്റ്റ് ദിസ്, ഇതിനെതിരായിട്ട് ദ ഭാരതീയ കിസാൻ യൂണിയൻ, BKU, ഭാരതീയ കിസാൻ യൂണിയൻ ഫോംഡ് ഇൻ ഉത്തർപ്രദേശ്. അപ്പോൾ ഇതിനെതിരായിട്ട് ഉത്തർപ്രദേശിൽ ഭാരതീയ കിസാൻ യൂണിയൻ രൂപീകരിച്ചു. ഓർഗനൈസ് മാസീവ് പ്രൊട്ടസ്റ്റ്, അവർ എന്താണ് കുറേ ആൾക്കാർ ചേർന്ന് പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട്. ബൈ മൊബിലൈസിങ് റൂറൽ ഫാമേഴ്സ്, എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ റൂറൽ ഫാമേഴ്സിനെ എല്ലാവരും കൂട്ടമായിട്ട് അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഷേഡ്കാരി സംഘടന ഇൻ മഹാരാഷ്ട്ര ആൻഡ് രൈത സംഘ ഇൻ കർണാടക ആർ എക്സാമ്പിൾസ് ഓഫ് ഫാമർ മൂവ്മെൻറ്റ്സ് ദാറ്റ് എമേർജ്ഡ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന ഫാമർ മൂവ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ് അവിടെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ഇവാലുവേറ്റ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയെന്ന് വിവരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ പേജ് നമ്പർ 76 പോകാം. ഓക്കെ,
അവിടെ അത് നോക്കുന്നുണ്ട്, ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പാവ്ഡ് ദ വേ ഫോർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചേഞ്ചസ്. അപ്പോൾ അവിടെ പോസിറ്റീവ് ചേഞ്ചസും നെഗറ്റീവ് ചേഞ്ചസും വ്യാവസായിക വിപ്ലവം കാരണം ഉണ്ടായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ ഡീമെറിറ്റ്സ് എഴുതാം. ഓക്കെ, എന്തൊക്കെയുണ്ടായിരുന്നു? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബറേഴ്സ്, അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്നു. പിന്നെ പോവർട്ടി, ദാരിദ്ര്യം, എപ്പിഡമിക്സ്, മഹാമാരികൾ, പകർച്ചവ്യാധികൾ, പിന്നെ ലോങ് വർക്കിംഗ് അവേഴ്സ് ആൻഡ് ലോ വേജസ് ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്താണ്? കുറഞ്ഞ വരുമാനവും പക്ഷേ കുറേ മണിക്കൂറുകൾ വർക്ക് ചെയ്യേണ്ടിയും വന്നു. അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പിന്നെ റൈസ് ഓഫ് സ്ലം ചേരികൾ രൂപം കൊണ്ടു. അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഫാക്ടറികളുടെ അടുത്തൊക്കെ എല്ലാവരും നടന്നു പോകുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി കാണും. അപ്പോൾ അതവിടെ ഒരു സ്ലം ചേരിയായിട്ട് മാറി. പിന്നെ ബിസി ആൻഡ് പൊല്യൂട്ടഡ് സിറ്റീസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അപ്പോൾ ഈ ഒരു ഫാക്ടറി അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ തിരക്കാകും. പിന്നെന്താണ്? പൊല്യൂട്ടഡ്, അതായത് ഫാക്ടറികളിൽ നിന്നുള്ള പുകയും മറ്റുമൊക്കെ കൊണ്ട് നഗരം എന്ത് ചെയ്തു? മലിനമായി. അതുകൊണ്ട് പിന്നെ മിസറബിൾ ലൈഫ് ഫോർ ലേബേഴ്സ് ഇൻ സിറ്റീസ്. അപ്പോൾ ഈ നഗരങ്ങളിലുള്ള തൊഴിലാളികളുടെ ജീവിതം ഭയങ്കര ദുരിതകരമായിരുന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ലാംഗ്വേജ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഫോസ്റ്ററിങ് റെസ്പെക്റ്റ് for and coexistence with the cultural diversity of our country. Substantiate the statement. അപ്പോൾ ലാംഗ്വേജിൻ്റെ പ്രധാന പങ്കുകൾ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ പേജ് നമ്പർ 138 പോകാം. അപ്പോൾ അവിടെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് കൊടുപ്പുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ആർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത്. ഹൗവർ ബിഫോർ ഇൻഡിപെൻഡൻസ് ദ ബൗണ്ടറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻസ് പ്രൊവിൻസസ് ഓഫ് ദ കൺട്രി വെയർ നോട്ട് ഫോംഡ് ബേസ്ഡ് ഓൺ സച്ച് ക്രൈറ്റീരിയ. അപ്പോൾ ഹൗവർ എന്നിരുന്നാലും ബിഫോർ ഇൻഡിപെൻഡൻസ്, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ദ ബൗണ്ടറീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻസ് അല്ലെങ്കിൽ പ്രവിശ്യകൾ, അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ഭരണനിർവഹണത്തിനുള്ള ആ അതിരുകളൊന്നും അപ്പോഴേ നിശ്ചയിക്കപ്പെട്ടിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് പക്ഷേ ഭരണനിർവഹണത്തിന് ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇറ്റ് സെൽഫ് എ സ്ട്രോങ് ആർഗ്യുമെന്റ് എമേർജ് ദാറ്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഷുഡ് ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ആസ് ലാംഗ്വേജ് ഹാസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചറൽ ഫോർമേഷൻ. അപ്പോൾ ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇറ്റ് സെൽഫ്, അപ്പോൾ എന്താണ്? സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടക്കുന്ന ആ സമയം മുതൽ തന്നെ എ സ്ട്രോങ് ആർഗ്യുമെൻ്റ്, ഒരു വളരെ ശക്തമായ ഒരു തർക്കം ഉയർന്നു വന്നിരുന്നു. ദ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ഷുഡ് ബി ഡിറ്റർമിൻഡ്. അപ്പോൾ ഈ ഭരണ മേഖലകൾ എന്തിൻ്റെ രീതിയിൽ നിശ്ചയിക്കണമെന്നാണ്? ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണമെന്നും ബിക്കോസ് ആസ് ലാംഗ്വേജ് ഹാസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതായത് ആശയവിനിമയത്തിന് ഏറ്റവും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ ഭാഷയെന്നും, പിന്നെ അത് മാത്രമല്ല കൾച്ചറൽ ഫോർമേഷനും സാംസ്കാരിക രൂപീകരണത്തിനും എല്ലാത്തിനും ഭാഷ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉയർന്നു വന്നിരുന്നത്. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രൊപ്പഗേറ്റഡ് ഇറ്റ്സ് ഐഡിയാസ് ബൈ എംഫസൈസിങ് ദ മദർ ടങ് ടു ബ്രിങ് പീപ്പിൾ ക്ലോസർ ടു ദ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC പ്രചരിപ്പിച്ചു ഇറ്റ്സ് ഐഡിയാസ്. അപ്പോൾ ഈ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ബൈ എംഫസൈസിങ് ദ മദർ ടങ് ടു ബ്രിങ് പീപ്പിൾ ക്ലോസ്. അപ്പോൾ ആ മാതൃഭാഷയിലാണ് ഇത് പ്രചരിപ്പിച്ചത്. കാരണം എന്താണ്? കൂടുതൽ ആൾക്കാരെ അതായത് ഈ നാഷണൽ മൂവ്മെൻറ്റ്സിലൊക്കെ അവരെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഭാഷയ്ക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത അതിൻ്റെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ എൻറിച്ചിങ് ഇന്ത്യാസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇവാലുവേറ്റ് ദ റോൾ ഓഫ് റിലീജിയൻ, ഇനി മതത്തിൻ്റെ പങ്ക് ഇൻ എൻറിച്ചിങ് ഇന്ത്യാസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മതങ്ങൾക്കുണ്ടായിരുന്ന പങ്ക് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 190 പേജ് നമ്പർ 190 പോവാം. അപ്പോൾ അവിടെ നമുക്ക് എൻറിച്ചിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് റിലീജിയൻ എൻറിച്ചസ് അവർ കൺട്രീസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ത്രൂ ബിലീഫ്സ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഒരു മതം എന്ന് പറഞ്ഞാൽ മതം എൻറിച്ച് ചെയ്യുന്നുണ്ട് അവർ കൺട്രീസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം ഏതിലൂടെ? വിശ്വാസങ്ങളിലൂടെയും കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ദ പെയിൻറ്റിങ്സ് ആൻഡ് എൻഗ്രേവിങ്സ് ഫൗണ്ട് ഇൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ടെമ്പിൾസ്,
churches, mosques, viharas and gurudwaras vividly point to this cultural richness. ഓക്കെ, അപ്പോൾ എന്താ, ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും വിഹാരകളിലും ഗുരുദ്വാരകളിലും ഉള്ള അതൊക്കെ ആ പെയിൻറ്റിങ്സ് ഒക്കെ നമ്മുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമ്പന്നതയെ കാണിക്കുന്നുണ്ട്. മെനി ഫിഗേഴ്സ് സച്ച് എസ് കബീർ ദാസ് ഹു വർക്ക് ഫോർ ഹിന്ദു മുസ്ലിം ഹാർമണി, മീരാബായ് ഹു സ്റ്റുഡ് ഫോർ വുമൻസ് ഫ്രീഡം ഓഫ് വർഷിപ്പ് ആൻഡ് ഗുരു നാനാക്ക് ഹു ഒപ്പോസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്കണോമിക് ഇനിക്വാലിറ്റി. വൺ ക്യാൻ സീ ന്യൂമറസ് എലമെന്റ്സ് ദാറ്റ് എൻറിച്ച് ഇന്ത്യാസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യങ്ങളെ എന്താണ് എൻറിച്ച് ചെയ്ത, പുഷ്ടിപ്പെടുത്തിയ പല ന്യൂമറസ് എലമെന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിനിവിടെ എക്സാമ്പിളാണ് കബീർ ദാസ്. അദ്ദേഹം എന്തിനാണ് വർക്ക് ചെയ്തിരുന്നത്? ഹിന്ദു മുസ്ലിം ഹാർമണി, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സമത്വം അല്ലെങ്കിൽ ഒത്തൊരുമ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. മീരാബായ് ഹൂ സ്റ്റുഡ് ഫോർ വുമൻസ് ഫ്രീഡം ഓഫ് വർഷിപ്പ്. അപ്പോൾ സ്ത്രീകൾക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടതാണ് മീരാബായ്. പിന്നെ ഗുരുനാനാക്കാരാണ് ഹു ഒപ്പോസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ജാതി വിവേചനത്തിനെ എതിർത്ത വ്യക്തിയാണ് ഗുരുനാനാക്ക്. അങ്ങനെ പിന്നെ എക്കണോമിക് ഇനിക്വാളിറ്റി, അതായത് സാമ്പത്തിക അസമത്വത്തെക്കുറിച്ചൊക്കെ അതിനൊക്കെ എതിർത്ത വ്യക്തിയാണ് ഗുരുനാനാക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് മെഷേഴ്സ് ക്യാൻ യു സജസ്റ്റ് ഫോർ എ കൺട്രി വിത്ത് ലിമിറ്റഡ് കോൾ ആൻഡ് പെട്രോളിയം ഡെപ്പോസിറ്റ് ടു എൻഷുർ ഇറ്റ്സ് എനർജി സെക്യൂരിറ്റി? അപ്പം വാട്ട് മെഷേഴ്സ് ക്യാൻ യു സജസ്റ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ എ കൺട്രി, ഒരു രാജ്യത്തിന് വിത്ത് ലിമിറ്റഡ് കോൾ ആൻഡ് പെട്രോളിയം ഡെപ്പോസിറ്റ്. അപ്പം ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൽ ലിമിറ്റഡ് അളവിലാണ് പെട്രോളിയം, കോൾ ഡെപ്പോസിറ്റ് നിക്ഷേപങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് അവരുടെ എനർജി സെക്യൂരിറ്റി, അതായത് ഊർജ്ജ സുരക്ഷത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ആൻസർ എന്തെഴുതാം, എന്തൊക്കെ പറയാൻ നമുക്ക് നിർദ്ദേശിക്കാം? വി നീഡ് ടു ഡെവലപ്പ് എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീജനറേറ്റഡ് എന്ന് പറയാം, അല്ലേ? ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ടെക്സ്റ്റ് ബുക്കിലെ 202 പേജ് നമ്പർ 202 പോകണം കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീജനറേറ്റഡ്. അപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി സോഴ്സസ് നമ്മൾ ആശ്രയിക്കണം. അത് തന്നെ വീണ്ടും പറഞ്ഞ വി മസ്റ്റ് റിലേ ഓൺ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ദാറ്റ് ആർ അബണ്ടൻ്റ്ലി അവൈലബിൾ ആൻഡ് ക്യാൻ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ കുറേ കാലം നീണ്ടു നിൽക്കുന്നതും എന്താണ് ധാരാളം അവൈലബിളും ആയിട്ടുള്ള, ധാരാളം ലഭ്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ ആശ്രയിക്കണം. അതിന് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ കൊടുക്കുക, എന്താണ് സോളാർ എനർജി, അല്ലേ? സോളാർ എനർജി ഉപയോഗിക്കാം, വിൻഡ് എനർജി ഉപയോഗിക്കാം, ജിയോ തെർമൽ എനർജി എഴുതാം, ടൈഡൽ എനർജി. അങ്ങനെ പിന്നെയും പുനർനിർമ്മിക്കാൻ പറ്റുന്ന ഊർജ്ജ സ്രോതസ്സുകളെ നമ്മൾ കൂടുതലും ആശ്രയിക്കണം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദ ഗിവൻ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ ഒരു പത്രവാർത്തയുടെ ഹെഡിങ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. എന്താ പത്രവാർത്ത തന്നിരിക്കുന്നത്? ദ മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻക്രീസസ് ദ റിപ്പോ റേറ്റ് ബൈ 35 ബേസിക് പോയിന്റ്സ്. അപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ് റിപ്പോ റേറ്റ് കൂട്ടി ബൈ 35 ബേസിക് പോയിന്റ്സ് വെച്ച് റിപ്പോ റേറ്റ് കൂട്ടി എന്നാണ് പറയുന്നത്. അതാണ് പത്രവാർത്ത. അപ്പോൾ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ റിപ്പോ റേറ്റ്? അപ്പോൾ ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് പേജ് നമ്പർ 110 പോകാം. സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 110 പോയാൽ അവിടെ റിപ്പോ റേറ്റ് എന്താണെന്നും, പിന്നെ അത് കാരണം എന്താണ്, അത് മാത്രമല്ല അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാർട്ട് റിപ്പോ റേറ്റ്. വാട്ട് ഡു യു മീൻ ബൈ റിപ്പോ റേറ്റ്? എന്താണ് റിപ്പോ റേറ്റ്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ദ ലോൺസ് ടേക്കൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫ്രം RBI. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ എന്താണ്? RBI എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ ഈ കുഞ്ഞു ബാക്കിയുള്ള സബ് ബാങ്കുകളെല്ലാം അതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ബാങ്കുകൾക്ക്, അതായത് നമുക്ക് ചുറ്റുമുള്ള പല ബാങ്കുകളുണ്ട്, ആ ബാങ്കുകളെല്ലാം അവർക്ക് ആ ബാങ്കിന് ആവശ്യമുള്ള കാശ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ ലോൺ എടുക്കുക. എവിടെ നിന്ന്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ. അപ്പോൾ ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമത്തുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, പലിശ നിരക്കിനെയാണ് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചുമത്തുന്ന പലിശ നിരക്ക് ഓൺ ദ ലോൺസ് ടേക്കൺ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫ്രം ദ RBI. അപ്പോൾ RBIയിൽ നിന്ന് മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എടുക്കുന്ന ലോണിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്, പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ എയുടെ ആൻസർ. ബിയുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇലൂസിഡേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ദിസ് സ്റ്റെപ്പ് ഓൺ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇൻഫ്ലേഷൻ നമ്മൾ പഠിച്ചിരുന്നു, പണപ്പെരുപ്പം. അപ്പോൾ ഈ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? വെൻ ഇൻഫ്ലേഷൻ ഇൻക്രീസസ് അൺചെക്ഡ് RBI ഇൻക്രീസസ് റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന പണപ്പെരുപ്പം കൂടുന്നതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യും? നമ്മൾ RBI റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ കൂട്ടും, ഇൻക്രീസ് ചെയ്യും. When RBI increases these rates, the commercial banks also change these rates. അപ്പോൾ എന്താണ്, നമ്മുടെ RBI എന്ത് ചെയ്യും? പലിശ നിരക്ക് കൂട്ടുമ്പോൾ, അതായത് ഇവിടുത്തെ കാര്യം ശരിക്കും എന്ന് പറഞ്ഞാൽ മെയിൻ ബാങ്ക് RBI ആണ്. RBIയുടെ ബാങ്കിൽ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ ലോൺ എടുക്കും. ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ആ കാശ് വെച്ചിട്ട് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്കും കമ്പനികൾക്കും ഒക്കെ ലോൺ തരുന്നു. ഓക്കെ, അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ RBI എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ അത് ആരെയും ബാധിക്കും? ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അവരും എന്ത് ചെയ്യും? അവരുടെ റേറ്റ് ചേഞ്ച് ചെയ്യും, മാറ്റും. വെൻ ദീസ് റേറ്റ്സ് ആർ ഇൻക്രീസ്, ദ മണി അവൈലബിൾ വിത്ത് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ ലെൻഡിങ് ഫോൾ ബിക്കോസ് അറ്റ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിൽ ടേക്ക് ലെസ് ലോൺസ് ഫ്രം RBI. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ എന്താണ്? അപ്പോൾ വെൻ ദീസ് അപ്പോൾ ഈ രണ്ട് റേറ്റും കൂട്ടുമ്പം എന്താണ്, ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ അവൈലബിൾ ആയിട്ടുള്ള മണി, അവരെടുക്കുന്ന ആ ലോണും എന്ത് ചെയ്യും? ഫോളോ എന്ന് വെച്ചാൽ അവരും ലോൺ എടുക്കുന്ന കുറയ്ക്കും. കാരണം ഈ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർ എന്താണ്, കുറച്ച് ലോണേ എടുക്കത്തുള്ളൂ. RBI കുറച്ച് ലോണേ എടുക്കുകയുള്ളൂ. എന്നിട്ട് എന്താണ്, അതേസമയം എന്ത് ചെയ്യും? കുറച്ച് ലോണേ എടുക്കും. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യും? ഇവർ RBIയിൽ deposit more in the RBI, Reserve Bank of India. In the same way, the loan taken by the public, അപ്പോൾ ജനങ്ങൾ ആൾക്കാരും എടുക്കും അല്ലേ, ലോൺ നമ്മളും എടുക്കും. അപ്പോൾ in the same way, the loan taken by the public will also be less. അപ്പോൾ ഇവർ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ പലിശ നിരക്ക് കൂടുതലാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോൺ എടുക്കുന്നത് കുറയ്ക്കും. അങ്ങനെ സോ ദ മണി അവൈലബിൾ ഇൻ ദ എക്കണോമി ഓൾസോ വുഡ് ബി ലെസ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ സാമ്പത്തിക മേഖലയിലുള്ള പണം എന്ത് ചെയ്യും? പണപ്പെരുപ്പം എന്ത് ചെയ്യും? കുറയും. വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹൈ, പീപ്പിൾ വിൽ പ്രിഫർ ടു സേവ് മോർ മണി റാദർ ദാൻ സ്പെൻഡ്. അപ്പോൾ ഈ റേറ്റ് എല്ലാം കൂട്ടുമ്പോൾ, അതായത് പലിശ നിരക്ക് കൂടുമ്പം എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. എന്നുവെച്ചാൽ സേവ് മോർ മണി, അതായത് അവർ ഡെപ്പോസിറ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അവർ കൂടുതൽ മണി സേവ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ചിലവഴിക്കുന്നതിനെക്കാട്ടിലും അവർ കൂടുതൽ സേവ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ബിക്കോസ് ദ റിവാർഡ് ഫോർ നോട്ട് കൺസ്യൂമിങ് ഈസ് ഗ്രേറ്റർ. ദ മണി ഹെൽഡ് ബൈ ദ പബ്ലിക് ഫ്ലോസ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഫ്രം ദർ ടു ദ റിസർവ് ബാങ്ക്. അങ്ങനെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ലോൺ എടുക്കില്ല. പക്ഷേ നല്ല ഉയർന്ന പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പണം കൊണ്ട് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നല്ല പലിശ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കിന് കാശ് കിട്ടും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? അതുപോലെ അവരെന്ത് ചെയ്യും? ആ കിട്ടിയ കാശ് എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ എക്കണോമി ഡിക്രീസസ് ആസ് ദ ഇൻഫ്ലേഷൻ കംസ് അണ്ടർ കൺട്രോൾ. അതായത് പണപ്പെരുപ്പം കൂടുമ്പം എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ പണപ്പെരുപ്പം കൂടുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? എക്കണോമിയിൽ ഈ മണി, അതായത് അങ്ങനെ വരുമ്പോൾ എക്കണോമിയിൽ എന്താണ്, സാമ്പത്തിക വ്യവസ്ഥയിൽ മണി കുറയും. ഓക്കെ, അങ്ങനെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് അവിടെ പറയുന്നത്. അത് നിങ്ങൾ ചെറുതാക്കി ഒരു 3 മാർക്കിനുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ പോളിസീസ് ഓഫ് ദ സ്വരാജ് പാർട്ടി ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? എങ്ങനെയാണ് പോളിസീസ്, തത്വങ്ങൾ, സ്വരാജ് പാർട്ടിയുടെ തത്വങ്ങൾ ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 117 പോവാം. ഓക്കെ, അപ്പോൾ അവിടെ ഡ്യൂറിങ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ബോത്ത് ഇലക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വേ ബോയ്ക്കോട്ടഡ്. അപ്പോൾ എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന ആ സമയത്ത് എന്താണ് ബോത്ത് ഇലക്ഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, അതായത് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇലക്ഷനും പങ്കെടുക്കലും പാർട്ടിസിപ്പേഷനൊക്കെ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു. ഹവർ എന്നിരുന്നാലും ലീഡേഴ്സ് സച്ച് എസ് CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു ഹു ഒപ്പോസ് വിത്ത് ദിസ് സ്ട്രാറ്റജി ഫോംഡ് സ്വരാജ് പാർട്ടി ഇൻ 1923. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയെ എതിർത്തുകൊണ്ട് ആരൊക്കെയാണ്? CR ദാസ് എന്ന് പറയുന്ന ലീഡറും മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്തു? 1923 ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആസ് എ ഫാക്ഷൻ വിത്തിൻ ദ കോൺഗ്രസിനുള്ളിൽ തന്നെ കുറച്ച് പേരെടുത്തിട്ടാണ്.
Their aim was to utilize the legislative assemblies as forums to vote political dissent. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഡിസെന്റ്, അതായത് ഇവരുടെ രാഷ്ട്രത്തിൽ, അതായത് ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തിൽ ആ ഒരു രാഷ്ട്രീയത്തിൽ വിസമ്മതിക്കുകയാണ്, അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇലക്ഷൻ. അതുകൊണ്ട് ഇവർ വേറൊരു സ്വരാജ് പാർട്ടി രൂപീകരിച്ച് അവർ ഇലക്ഷനിൽ നിന്നും ബിക്കെയിം മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അങ്ങനെ ജയിച്ചു, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പറായി. ആൻഡ് ക്രിട്ടിസൈസ് ദ ഗവൺമെന്റ്. അങ്ങനെ എന്ത് ചെയ്തു, എന്നിട്ട് ആ ഗവൺമെന്റ്, അതായത് INC ഇന്റർനാഷണൽ കോൺഗ്രസിനെ എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു, എന്ന് വെച്ചാൽ വിമർശിച്ചു. Thus the Swaraj Party could successfully expose the government's anti-public policies in the legislative assemblies. അങ്ങനെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടിയുടെ ആന്റി പബ്ലിക് പോളിസീസ്, അതായത് പൊതുജനങ്ങൾക്ക് എതിരായ തത്വങ്ങളെ എക്സ്പോസ് ചെയ്തു, മുൻനിരയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതാണ് അവിടുത്തെ INCയിൽ നിന്നും അതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്, സ്വരാജ് പാർട്ടിയുടെ വ്യത്യാസം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് the government has taken for financial inclusion and inclusive growth. അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്ത ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഇൻക്ലൂസീവ് ഗ്രോത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത സ്റ്റെപ്സ് ഏതെന്നാണ് വിവരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 120 പോകാം. അവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ ആ ഹെഡിങ്ങിനകത്ത് നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത് ആക്സലറേറ്റ് വെൻ ബാങ്കിങ് സർവീസസ് റീച്ച് ദ കോമൺ മാൻ, ദ റൂറൽ പോപ്പുലേഷൻ ആൻഡ് ദ മാർജിനലൈസ്ഡ് പീപ്പിൾ. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത്, അപ്പോൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് എന്താണ്, വെൻ ബാങ്കിങ് സർവീസസ്, അതായത് ഈ ബാങ്കിങ്ങിലെ ആ സേവന മേഖലകൾ സാധാരണക്കാരിൽ എത്തിച്ചേരുമ്പോഴും, പിന്നെ സാധാരണക്കാരിൽ മാത്രമല്ല റൂറൽ പോപ്പുലേഷൻ, അതായത് ഗ്രാമീണ ജനസംഖ്യയിൽ, പിന്നെ മാർജിനലൈസ്ഡ് വേർതിരിച്ച് അവഗണന അനുഭവിക്കുന്ന ആ ഒരു വർഗം ആൾക്കാരുടെ കൂടെ എത്തുമ്പോഴുമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്തും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ അതായത് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഈ ബാങ്കിങ് സർവീസസ് എത്തിച്ചേരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് ദ ഗവൺമെൻറ് ഹാസ് ടേക്കൺ ഫോർ ദിസ് ആർ എന്ന് പറഞ്ഞ് ഏതെഴുതണം. ഒന്ന്, നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, അതായത് ദേശസാൽക്കരിച്ചു. ഓക്കെ, അപ്പോൾ കുറേ ബാങ്കുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് നാഷണലൈസേഷൻ ഓഫ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. പിന്നെ അടുത്ത രണ്ടാമത്തതാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റംസ്, അതായത് സഹകരണ ബാങ്കിങ് പ്രക്രിയകളൊക്കെ കൊണ്ടുവന്നു. പിന്നെയാണ് മൈക്രോ ഫിനാൻസ് നമുക്കറിയാം. മൈക്രോ ഫിനാൻസ് എന്ന് ചെറിയ ചെറിയ ലോണൊക്കെ കൊടുത്ത് പൊതുജനങ്ങളെ ഈ ബാങ്കിങ് മേഖലയിലോട്ട് പരിചയപ്പെടുത്തുന്ന രീതിയിൽ മൈക്രോ ഫിനാൻസ് കൊണ്ടുവന്നു. പിന്നെ അടുത്ത് വന്നതാണ് ജൻധൻ അക്കൗണ്ട്, അല്ലേ? അതായത് പ്രൈം മിനിസ്റ്റർ ജൻധൻ അക്കൗണ്ട് ഈസ് എ സ്കീം ടു ഓപ്പൺ ആൻ അക്കൗണ്ട് ഫോർ ഓൾ ദോസ് ഹൂ ഡു നോട്ട് ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട്, രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഈ സ്കീം. അതൊക്കെ അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ 3 മാർക്കിനായതുകൊണ്ട് ഇത്രയും എഴുതിയാൽ മതി, ഓരോന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ അച്ചീവ്മെന്റ്സ് ഓഫ് മോഡേൺ കേരള ഇൻ ദ ഹെൽത്ത് സെക്ടർ. അപ്പോൾ എഴുതാനാണ് അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ, മോഡേൺ കേരള, അതായത് നവീന കേരളത്തിൻ്റെ. അപ്പോൾ ഈ മോഡേൺ ആധുനിക കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിൽ, ആരോഗ്യ മേഖലയിൽ വന്ന നേട്ടങ്ങൾ എന്തെന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2 117 പേജ് നമ്പറിൽ പോകാം. അവിടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് പറയാണ്. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് സ്ട്രൈഡ്സ് ഇൻ ദ ഏരിയ ഓഫ് ഹെൽത്ത്. നമ്മളോട് ഹെൽത്ത് മാത്രം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഹെൽത്ത് പറഞ്ഞത്. ബാക്കിയെല്ലാം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. അപ്പോൾ കേരളം ഹെൽത്ത്, ആരോഗ്യരംഗത്ത് നല്ലൊരു മേൽക്കോയ്മ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരുടെ നേട്ടങ്ങൾ? ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ശിശു മരണ നിരക്ക് കുറവാണ്. പിന്നെ ഇംപ്രൂവ്ഡ് ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ആയുസ്, അതായത് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് വെച്ചാൽ കൂടുതൽ കാലം ജീവിക്കുന്നു നമ്മുടെ കേരളത്തിലുള്ളവർക്ക്, ആയുസ് കൂടുതൽ എന്നുള്ള രീതിയിൽ ലൈഫ് എക്സ്പെക്ടൻസി ഇംപ്രൂവ് ചെയ്തു. ആർ ഇറ്റ്സ് കീ ഫീച്ചേഴ്സ്, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഇംപ്രൂവ്മെന്റ് നേട്ടങ്ങൾ എന്ന് പറയുന്നത്. കേരള വാസ് ഏബിൾ ടു അച്ചീവ് ദിസ് ഫീറ്റ് ത്രൂ
ലാൻഡ് റിഫോംസ്, യൂണിവേഴ്സൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് നടപ്പിലാക്കിയെന്നാണ് അടുത്ത് പറഞ്ഞത്. പബ്ലിക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെയും സോഷ്യൽ സെക്യൂരിറ്റിയിലൂടെയും അങ്ങനെയുള്ള സ്കീമുകളിലൂടെയൊക്കെയാണ് ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടുതൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഇതിൽ മേൽക്കോയ്മ പറ്റിയതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന് കൂടാതെ ആ നവകേരളം മിഷനിൽ അവിടെ കുറച്ച് നമ്മുടെ ഹെൽത്ത് സെക്ടറിലെ ആർദ്രം മിഷൻ ഉണ്ട്, അതുകൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദ നവകേരള മിഷൻ ഈസ് ആൻ ആക്ഷൻ പ്ലാൻ ലോഞ്ച്ഡ് ഇൻ 2016. അപ്പോൾ ഈ നവകേരള മിഷൻ എന്ന് പറയുന്നത് 2016 കൊണ്ടുവന്നത് വിത്ത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് വിഷൻ ഫോർ കേരള. അപ്പോൾ കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞ ഒരു വിഷൻ കാഴ്ചപ്പാടിലാണ് ഇത് വന്നത്. അതിൽ ആർദ്രം മിഷൻ, അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് കുറേ മിഷൻ ഉണ്ട്, ഞാനിവിടെ ഹെൽത്ത് മാത്രമായിട്ട് ആർദ്രം മിഷൻ മാത്രം പറയുകയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആർദ്രം മിഷൻ ഇൻ ദ ഹെൽത്ത് സെക്ടർ. അപ്പോൾ ഹെൽത്ത് സെക്ടറിൽ ഇത് ഏത് മിഷനാണ്? ആർദ്രം മിഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ വെച്ച് എഴുതാം. ഓക്കെ, ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 24 to 29 ഇൻ 4 or more sentences each. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 24 മുതൽ 29 വരെയാണ്. അതിന് 4 അതിൽ കൂടുതലോ വാക്യങ്ങളിൽ ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഈച്ച് ക്യാരീസ് 4 score. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ് ഇനി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 24A. The rights enjoyed by the first and second estates in the French society were the reasons for the French Revolution. Substantiate the statement. ഇപ്പോൾ റൈറ്റ്സ്, അവകാശങ്ങൾ, എൻജോയ്ഡ് ബൈ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ഇൻ ദ ഫ്രഞ്ച് സൊസൈറ്റി. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തിൽ നമ്മൾ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, പിന്നെ നമ്മുടെ സാധാരണക്കാർ തേർഡിലാണ് വന്നിരുന്നത്. അങ്ങനെ അപ്പോൾ ഈ ഫസ്റ്റിലും സെക്കൻഡിലെ എസ്റ്റേറ്റിലുള്ള അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു അവരുടെ ഈ റൈറ്റ്സാണ്, ഫസ്റ്റ് എസ്റ്റേറ്റിലെയും ഈ സെക്കൻഡ് എസ്റ്റേറ്റിലെയും ആ റൈറ്റ്സാണ് ഫ്രഞ്ച് റവല്യൂഷന് കാരണമായെന്ന് പറയുന്നു. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ വിപുലീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 29 സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 29-30 ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദ ക്ലർജി ആയിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റ് അല്ലേ? ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജിയാണ്. ദ കാത്തലിക് ചർച്ച് ഇൻ ഫ്രാൻസ് വാസ് വെരി പവർഫുൾ ആൻഡ് വെൽത്തി. അപ്പോൾ ഈ ഫ്രാൻസിലുള്ള കാത്തലിക് ചർച്ചസ് എന്ന് പറഞ്ഞ പള്ളികൾ വളരെയധികം പവർഫുള്ളും പിന്നെ വെൽത്തി, സമ്പന്നവുമായിരുന്നു. ദ ചർച്ച് ഓൺഡ് എ ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ്. അപ്പോൾ ഈ ചർച്ചിൻ്റെ കീഴിൽ, അതായത് ചർച്ചിന് സ്വന്തമായിട്ട് കുറേ ഭൂപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദ ക്ലർജി വാസ് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ടാക്സസ്. ഇനി ഈ ക്ലർജിയെ എങ്ങനെയുള്ള ഈ ക്ലർജിക്ക് ഒരു ടാക്സും അടയ്ക്കേണ്ട, അയാൾ എല്ലാ ടാക്സ് നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. മോർ ഓവർ, അതിലുപരി ദേ ലെവീഡ് എ ടാക്സ് കോൾഡ് ദ തിതേ ഓൺ ദ കോമൺ പേഴ്സൺസ്. എന്നിട്ട് അതുമാത്രമല്ല, അവർക്കെല്ലാ ടാക്സും ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഒരു നികുതി ചുമത്തി. ആർക്കാണ്? കോമൺ പേഴ്സൺസ്, അതായത് സാധാരണ കൃഷിക്കാരിലോട്ട് ഇവർ തിതേ എന്ന പേരിൽ ഒരു നികുതി അവർ ചുമത്തി. 1/10 ഓഫ് ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റെമിറ്റഡ് ആസ് ടാക്സ്. അതായത് അവർക്ക് കിട്ടുന്ന അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോഡക്റ്റിലെ പ്രൊഡ്യൂസിലെ 1/10, 10 ഭാഗം എന്ത് ചെയ്യണം? ആ മൊത്തത്തിലുള്ള 10 ഭാഗം ഇവർക്ക് നികുതിയായിട്ട് അടയ്ക്കണമായിരുന്നു, കൊടുക്കണമായിരുന്നു. ദിസ് മെയ്ഡ് ദ കോമൺ പേഴ്സൺസ് റിസെന്റ് ദ ക്ലർജി. അപ്പം ഇതെന്ത് ചെയ്തു? സാധാരണ ആൾക്കാർക്ക് ക്ലർജിയോട് ഒരു ദേഷ്യം വരാനോ അവർക്കൊരു വിസമ്മതമൊക്കെ തോന്നാനുള്ള കാരണമായി. ഇതൊന്നാമത്തെ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നോബിൾസ് ആണ് വരുന്നത് സെക്കൻഡ് എസ്റ്റേറ്റിൽ, പ്രഭുക്കന്മാർ. ഓക്കെ, ദ നോബിൾസ് ഹെൽഡ് ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ഗവൺമെൻറ് ആൻഡ് ഇൻ ദ ആർമി. അപ്പോൾ ഈ നോബിൾസിനാണ് ഗവൺമെൻറ്റിലും ആർമിയിലും, സർക്കാരിലും ആർമിയിലും ഒക്കെ ഹയസ്റ്റ് പൊസിഷനിലിരിക്കുന്നത് ഈ നോബിൾസ് ആണ്. ദേ വെയർ ലാൻഡ് ഓണേഴ്സ് ആസ് വെൽ. അത് മാത്രമല്ല അവർക്ക് അവർ ലാൻഡ് ഓണേഴ്സ്, ഭൂ ഉടമകളുമായിരുന്നു. ദ നോബിൾസ് ഹു ലീവ്ഡ് ലക്ഷറി കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം പീപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഈ നോബിൾസ് ഇതുപോലെ നല്ല ലക്ഷറിയസ് ലൈഫാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യും? അവരും ഈ ആൾക്കാർ, സാധാരണ കോമൺ പീപ്പിളിൽ നിന്ന് ടാക്സ്, ഇവരൊക്കെ ഇങ്ങനെ ഈ ലക്ഷറിയസ് ലൈഫ് നടത്തിയിരുന്നത് ഈ സാധാരണക്കാരായ ആൾക്കാരിൽ നിന്ന് നികുതി പിരിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും ഇതൊക്കെയാണ് അവിടെ അപ്പോൾ തേർഡ് എസ്റ്റേറ്റായ സാധാരണ ആൾക്കാർക്ക് ഇത് വളരെ ബേർഡൻ ആയിട്ടുണ്ടാവണം അല്ലേ? The first 2 estates, the clergy and the nobles got exempted from the tax by giving small amount to the king
എ ഗിഫ്റ്റ്. അപ്പോൾ എന്താണ് ഈ രണ്ട് എസ്റ്റേറ്റിലും ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിലും വരുന്നു ക്ലർജിയും നോബിൾസിനും എന്താണ് അവർക്ക് എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പകരം അവരെന്ത് ചെയ്യണം, രാജാവിന് എന്തെങ്കിലും സ്മോൾ എമൗണ്ട് ഓഫ് എന്തെങ്കിലും സാധനം എന്താണ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ദ പ്രീസ്റ്റ് ആൻഡ് നോബിൾസ് നെവർ ഹെസിറ്റേറ്റ് ടു ഒപ്പോസ് ദ മൊണാർക്കി ടു മെയിൻറ്റെയിൻ ദെയർ റൈറ്റ്സ്. അപ്പോൾ ഈ പ്രീസ്റ്റ് പുരോഹിതന്മാരും, അതായത് പള്ളിയിലല്ലേ, അപ്പോൾ പുരോഹിതന്മാരും ഈ പ്രഭുക്കന്മാരും നെവർ ഹെസിറ്റേറ്റഡ് ടു ഒപ്പോസ് ദ മൊണാർക്കി. മൊണാർക്കി അതായത് രാജഭരണം അതിനെ ഒപ്പോസ് ചെയ്യാൻ ഇവർ മടിച്ചില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒപ്പോസ് ചെയ്യാനും മടിച്ചില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തു, സാധാരണ ആൾക്കാർക്കൊരു ബേർഡനായി അങ്ങനെ അവർ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷനിലോട്ട് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, ഹൗ ഡിഡ് ദ വോട്ടിംഗ് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദ എസ്റ്റേറ്റ്സ് ജനറൽ ലീഡ് ദ തേർഡ് എസ്റ്റേറ്റ് ടുവേർഡ്സ് എ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. ഹൗ ഡിഡ് ദ വോട്ടിംഗ് സിസ്റ്റം എക്സിസ്റ്റഡ്, അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ വോട്ടിംഗ് സമ്പ്രദായം നിലനിന്നിരുന്നത് ഇൻ ദ എസ്റ്റേറ്റ്സ്. അപ്പോൾ എസ്റ്റേറ്റുകളിലെ വോട്ടിംഗ് സമ്പ്രദായം എങ്ങനെയായിരുന്നു, അതിൻ്റെ ലീഡ് എങ്ങനെയാണ്, ദ തേർഡ് എസ്റ്റേറ്റ് ടുവേർഡ്സ് എ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. അപ്പോൾ ഇത് ഫ്രാൻസിലേക്ക് നയിച്ച് ഈ അവരുടെ വോട്ടിംഗ് സമ്പ്രദായത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ പേജ് നമ്പർ 36 പോകാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ ക്ലർജി ദാറ്റ് വാസ് ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ ഫ്രഞ്ച് പോപ്പുലേഷൻ. അപ്പോൾ ഫ്രഞ്ച് ജനസംഖ്യയിൽ ഒരു വളരെ കുറവ് ജനസംഖ്യ ഉള്ളതായിരുന്നു ക്ലർജിക്ക്. അവർക്ക് ഹാഡ് 285 മെമ്പേഴ്സ്. അപ്പോൾ അതായത് ഈ ജനപ്രതിനിധി സഭയിൽ ഇവർക്ക് 285 അംഗങ്ങളുണ്ടായിരുന്നു. ദ നൊബിലിറ്റി, പ്രഭുക്കന്മാർ വിച്ച് നമ്പേർഡ് ഓൺലി അബൌട്ട് 140,000 ഓഫ് ദ ഫ്രഞ്ച് പോപ്പുലേഷൻ. അപ്പോൾ ഫ്രഞ്ച് പോപ്പുലേഷനിൽ 140,000 ഉണ്ട് ജനസംഖ്യ ഉണ്ടായിരുന്നു. അവർക്ക് ഹാഡ് 308 മെമ്പേഴ്സ് ഇൻ ദ ഹൗസ്. അപ്പോൾ അവർക്ക് 308 അംഗങ്ങളുണ്ടായിരുന്നു ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്. ദ കോമൺ പീപ്പിൾ, അപ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാർ ഹു കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെജോറിറ്റി. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും, അതായത് ഫ്രഞ്ച് പോപ്പുലേഷനിലെ മെജോറിറ്റി ആൾക്കാരും കോമൺ പീപ്പിളാണ്. ഹാഡ് 621 മെമ്പേഴ്സ്. അവർക്ക് 621 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്. ഓക്കെ, ദ മെമ്പർഷിപ്പ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് വാസ് ബൈ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഈ ഹൗസിൽ മെമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും അവർ ഇൻഹെറിറ്റൻസ്, അത് പരമ്പരാഗതമായിട്ട് ഉള്ള അംഗങ്ങളാണ്, പാരമ്പര്യപരമായിട്ട് വരുന്നത്. ഹവർ എന്നിരുന്നാലും ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് വെയർ എലക്റ്റഡ്. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ എന്താണ്, എലക്ഷനിലൂടെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം വാസ് 1 vote for 1 house. അപ്പോൾ എന്ത് ചെയ്തു, ഇനി അവിടുത്തെ നിലനിന്നിരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഹൗസിന് ഒരു വോട്ട്. അപ്പം ഏതാണ് ക്ലർജി, പിന്നെ അടുത്ത് ക്ലർജിക്ക് ഒരു വോട്ട്, ക്ലർജി അവർക്ക് ഇത്ര ഒരു വോട്ട്, അടുത്ത് എന്താണ് ഈ നോബിൾസിന് ഒരു വോട്ട്, കോമൺ പീപ്പിളിന് അങ്ങനെ ഒരു വോട്ട് എന്നാണ് അങ്ങനത്തെ. ദ ഫസ്റ്റ് 2 houses സപ്പോർട്ടഡ് ദിസ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആദ്യത്തെ 2 houses സപ്പോർട്ട് ചെയ്തു. ദ റീസൺ ഫോർ ദിസ് വാസ് അസ് ഇഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സ് കെയിം ടുഗദർ ദേ വുഡ് ഹാവ് എ മെജോറിറ്റി ടു കൺട്രോൾ ദ ഗവൺമെൻറ്. അപ്പോൾ ഇവർ ആദ്യത്തെ എസ്റ്റേറ്റും പറഞ്ഞു, രണ്ടാമത്തെ എസ്റ്റേറ്റും പറഞ്ഞു, ഓക്കെ അത് മതിയെന്ന്. അപ്പോൾ എന്താണ്, ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റിൻ്റെ ഒരു വോട്ടും സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ ഒരു വോട്ടും കിട്ടിയാൽ അവർക്ക് ഭൂരിപക്ഷമായി 2 വോട്ടായി. പക്ഷേ കോമൺ പീപ്പിളിന് എന്താണ്, ഇവർക്കും അവരിൽ നിന്നെന്തായാലും സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഈ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും കൂടെ ഒരുമിച്ച് ചേർന്നാൽ അവർക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാം, അതിനെ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് നിലനിന്നിരുന്നത്. ഓൾ ദ ന്യൂ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് പ്രസൻറ്റഡ് the grievance and the demands of the groups that they represented. അപ്പോൾ ഇനി എന്താണ്, തേർഡ് എസ്റ്റേറ്റിലെ ഈ പുതിയ റെപ്രസെൻറ്റേറ്റീവ്സ്, പ്രതിനിധികളെല്ലാം എന്താണ് ഇതിനെതിരെ ആവലാതി അല്ലെങ്കിൽ അവർക്കൊരു വിസമ്മതമൊക്കെ സമ്മതിക്കുകയും അവർ കുറച്ച് ഡിമാൻഡൊക്കെ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. ഹൗവർ കിങ് ലൂയിസ് 16 ഡിഡ് നോട്ട് മേക്ക് എനി പ്രിപ്പറേഷൻ ടു റിസോൾവ് ദീസ് പ്രോബ്ലംസ്. അപ്പോൾ എന്നിരുന്നാലും എന്താണ്, കിങ് ലൂയിസ് 16 ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനൊന്നും നടത്തിയിരുന്നില്ല. ഇതാണ് അവിടെ വോട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ദോ വെതറിംഗ് കോസസ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്, ഇറ്റ് ഹാസ് മെനി ബെനിഫിറ്റ്സ് ഫോർ ഹ്യൂമൻസ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ.
അപ്പോൾ ദോ വെതറിങ് കോസസ് ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. അപ്പോൾ നമ്മൾ വെതറിങ് എന്ന് വെച്ചാൽ കുറേ കാലാവസ്ഥ കൊണ്ട് കുറേ കാലപ്പഴക്കം ചെന്ന് കാലാവസ്ഥയിൽ മാറ്റം വരുന്ന കാരണം കല്ലുകൾക്കൊക്കെ എന്താണ് കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നെങ്കിലും ഇറ്റ് ഹാസ് മെനി ബെനിഫിറ്റ്സ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആർക്ക് ഗുണങ്ങളുണ്ട്? മനുഷ്യർക്ക് അതിലൂടെ ഗുണങ്ങളുണ്ട്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. നമ്മുടെ ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തെഴുതാം നമുക്ക്? അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 152 പോകാം. ഓക്കെ, ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ക്യാൻ വെതറിങ് ബി യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് നമുക്ക് വെതറിങ് യൂസ്ഫുൾ ഉപയോഗപ്രദമാകുന്നതെന്ന്. അപ്പോൾ എന്ത് പറയാം? വെതറിങ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സോയിൽ, അല്ലേ? വെതറിങ് ആണ് നമ്മുടെ മണ്ണുണ്ടാവാൻ കാരണം. അതായത് ഈ കല്ലുകളൊക്കെ കാലപ്പഴക്കം ചെന്ന് കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പൊടിഞ്ഞൊക്കെയാണ് നമ്മുടെ മണ്ണുണ്ടാവുന്നത്. അതെഴുതാം. ഇറ്റ് ഹെൽപ്സ് ടു സെപ്പറേറ്റ് മിനറൽ ഫ്രം റോക്സ്. അത് മാത്രമല്ല റോക്സിൽ നിന്ന് മിനറൽസ്, ധാതുക്കളൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് കോസസ് മിനറൽ എൻറിച്ച്മെൻറ്റ്. അത് മാത്രമല്ല എന്താണ്, ധാതു സമ്പന്നമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് മൈനിങ് ഈസിയർ. അപ്പം എന്താണ്, ഇത് മൈനിങ്, ഖനനം, അതായത് കുഴിച്ചെടുക്കുന്ന അതൊക്കെ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ എൻഡോജനിക് മൂവ്മെന്റ്സ് ദാറ്റ് ബിക്കം ഡിസ്ട്രക്റ്റീവ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഹൗ ഡു ദേ ഒക്കർ? ഐഡന്റിഫൈ, തിരിച്ചറിയുക, ദ എൻഡോജനിക് മൂവ്മെന്റ്. എൻഡോ എന്ന് വെച്ചാൽ അകത്ത് നടക്കുന്നത്, അത് ഭൂമിക്ക് അകത്ത് നടക്കുന്ന ഈ മൂവ്മെന്റ്സ്, ചലനം കാരണം ദാറ്റ് ബിക്കം ഡിസ്ട്രക്റ്റീവ്, നാശമുണ്ടാകുന്നു ഓൺ സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നാശം വിതയ്ക്കുന്നു. അങ്ങനെയുള്ള ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 138 മുതൽ അങ്ങ് വായിച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനിവിടെ ഷോർട്ടായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ഒറിജിനേറ്റ് ഫ്രം വിത്തിൻ ദ എർത്ത്. അപ്പോൾ എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് തുടങ്ങുന്നത് ഭൂമിക്കകത്തു നിന്നായിരിക്കും. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ടൈപ്സ് ഇൻക്ലൂഡ്. അപ്പോൾ നാശം വിതയ്ക്കുന്ന തരത്തിലുള്ള എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ എർത്ത് ക്വേക്ക് പറയാം, പിന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് പറയാം, സുനാമീസ് പറയാം. എർത്ത് ക്വേക്സ് എന്ന് വെച്ചാൽ സഡൻ വൈബ്രേഷൻസ് കോസ്ഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് ലീഡിങ് ടു മാസീവ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് സഡൻ വൈബ്രേഷൻ? പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? കോസ്ഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ്. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ് കാരണം ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈബ്രേഷനാണ് അത് മാസീവ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ വളരെയധികം ഡിസ്ട്രക്ഷൻ വിതയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ആ ടെക്സ്റ്റിനെ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, ഇനി അടുത്ത വോൾക്കാനിക് എറപ്ഷൻസ് പറയാം. അതായത് വോൾക്കാനിക് എറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനം. അതിനകത്ത് മാഗ്മ റീച്ചിങ് ദ സർഫസ് ക്യാൻ ഡിസ്ട്രോയ് സെറ്റിൽമെന്റ്സ് ആൻഡ് ചേഞ്ച് ദ ക്ലൈമറ്റ് വിത്ത് ആഷ് ക്ലൗഡ്സ്. അപ്പോൾ എന്താണ് മാഗ്മ റീച്ചിങ് ദ സർഫസ്? അപ്പോൾ ഭൂമിക്കകത്ത് റിയാക്ഷൻ നടന്ന മാഗ്മ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. അത് സർഫസിലോട്ട് വരും. അതിന് എന്താണ് അവിടുത്തെ സെറ്റിൽമെന്റ്സിനെയും ക്ലൈമറ്റിനെയും ഒക്കെ ചേഞ്ച് ചെയ്യാൻ, മാറ്റാൻ പറ്റും. അതായത് അവിടെ എന്താണ്, ഇത് തീ പുകയാണ്. അപ്പോൾ പുകഞ്ഞ് വന്ന് പുറത്ത് വരുമ്പോൾ എന്താ ആഷ് ക്ലൗഡ്സ്, അതായത് ചാമ്പൽ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും നാശം വിതയ്ക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ പറയുന്നതാണ് സുനാമീസ്. എന്താണ്? ലാർജ് സീ വേവ്സ് ട്രിഗേർഡ് ബൈ അണ്ടർ വാട്ടർ എർത്ത് ക്വേക്സ്. അപ്പോൾ എന്താണ് ഭൂമിക്കടിയിലുള്ള അണ്ടർ വാട്ടറിലുള്ള എർത്ത് ക്വേക്സ്, ഭൂകമ്പം കാരണം, ഭൂചലനം കാരണം വലിയ വേവുകൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കരയിലോട്ട് അടിച്ചു കയറി ആ തീരപ്രദേശം മൊത്തം ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഷോർട്ട് കമ്മിങ്സ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. പറയുന്നത് വിവരിക്കാനാണ്. ഷോർട്ട് കമ്മിങ്സ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു സൂചകമാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്താണെന്ന് വിവരിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 162 പോകാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം. ഇതെന്ന് പറഞ്ഞ ഒരു ആവറേജ്, ശരാശരി വരുമാനമാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇനിക്വാളിറ്റി ഓഫ് വെൽത്ത് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഇൻകം ഇൻഡെക്സ്. അപ്പോൾ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ എങ്ങനെയാണ് ആ വിതരണം ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ വിതരണം. അപ്പോൾ വിതരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനിക്വാളിറ്റി ഓഫ് വെൽത്ത്, അപ്പോൾ ധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ അസമത്വങ്ങളെക്കുറിച്ചോ ഇവിടെ ഈ ഇൻകം ഇൻഡെക്സിൽ സൂചിപ്പിക്കുന്നില്ല.
പിന്നെ അടുത്തെന്താണ്, സിൻസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം, ദ ലിമിറ്റേഷൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓൾസോ അഫക്ട് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ദ ലിമിറ്റേഷൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, അപ്പം ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഉള്ള പരിധികൾ ഈ പെർ ക്യാപിറ്റ ഇൻകത്തെയും ബാധിക്കുന്നുണ്ട് എന്നാണ്. അടുത്തത്, ഫാക്ടേഴ്സ് ദാറ്റ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് ദ PCI ഇൻഡെക്സ്. അപ്പോൾ ഘടകങ്ങൾ ദാറ്റ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എൻഹാൻസ് ചെയ്യുന്ന ഘടകങ്ങളെയൊന്നും ഇവിടെ ഈ PCI ഇൻഡെക്സിൻ്റെ സ്കോപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതാം. എക്സ്പ്ലെയിൻ ദ ഇനിഷ്യേറ്റീവ്സ് ടേക്കൻ ഇൻ കേരള ഫോർ ദ ഗ്രോത്ത് ഓഫ് എ നോളജ് ബേസ്ഡ് എക്കണോമി. അപ്പോൾ വിവരിക്കുക. ഇനിഷ്യേറ്റീവ്സ് എടുത്തു, കേരള ഗവൺമെൻറ് എടുത്ത ഇനിഷ്യേറ്റീവ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? എ നോളജ് ബേസ്ഡ് ഇക്കണോമി. അപ്പോൾ അറിവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ കൊണ്ടുവരുന്നതിൽ കേരള ഗവൺമെൻറ് എടുത്ത ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. എന്താ പറയാം നമുക്ക്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് സെക്കൻഡിൽ പേജ് നമ്പർ 180 പോവാം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, കേരള ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഹെഡിങ്ങിൽ തുടങ്ങുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അത് ഏതൊക്കെയെന്ന് പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDISC, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എക്സെട്ര ആർ വർക്കിംഗ് ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഇന്നോവേറ്റീവ് നോളജ് ഇൻ കേരള ഫോർ ദ ഗ്രോത്ത് ഓഫ് എ നോളജ് ബേസ്ഡ് ഇക്കണോമി. അപ്പോൾ നോളജ് ബേസ്ഡ് ഇക്കണോമിയിൽ വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ്സ് ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDISC, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇതൊക്കെ. അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി, അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തുടങ്ങി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2020. അപ്പോൾ 2020 അത് സ്ഥാപിച്ചത്. വിത്ത് ദ എയിം ഓഫ്, എന്താണ് അവരുടെ ലക്ഷ്യം? ട്രാൻസ്ഫോമിങ് കേരള ഇൻടു എ ഗ്ലോബൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഹബ്. അപ്പോൾ കേരളത്തെ ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, അതായത് എന്താണ്, ഗ്ലോബൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, അപ്പോൾ ആഗോളപരമായിട്ടുള്ള ഡിജിറ്റൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഹബ്ബ് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഇനി അടുത്തെന്ത് കൊണ്ടുവന്നു? അടുത്തതാണ് KDISC. KDISCന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി എന്നാണ് അതിന്റെ ഫുൾ ഫോം പറയുന്നത്. ഓക്കെ, KDISC ഈസ് എ കമ്മിറ്റി, അതൊരു കമ്മിറ്റിയാണ്. ഫോംഡ് ഇൻ 2018. എപ്പോഴാണ്? 2018 രൂപം കൊണ്ടത്. എയിം എന്താണ്? എയിം ഓഫ് ട്രാൻസ്ഫോമിങ് കേരള ഇൻടു എ നോളജ് ഇക്കണോമി ആൻഡ് എ ഹബ് ഓഫ് ഇന്നൊവേഷൻ. അപ്പോൾ കേരളത്തെ ഒരു നോളജ് എക്കണോമി ആക്കാനും പിന്നെ ഹബ് ഓഫ് ഇന്നൊവേഷൻ്റെ ഹബ്ബാക്കി തീർക്കാനും വേണ്ടിയിട്ടാണ് ഈ KDISC എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് വരുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത് വരുന്നതാണ് KSM, അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. Kerala Startup Mission is a model agency launched in 2006 to promote the startup scene in Kerala. അപ്പോൾ ഇത് 2006 വരുന്നത്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പുകൾ, അതായത് കേരളത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ, അതായത് പുതിയ പുതിയ സംരംഭങ്ങളും കമ്പനികളും ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടപ്സ് ഇല്ലേ ഓരോരുത്തർ, അതിനെ കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് KSM എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ഫോം ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ ടു എൻ്റർപ്രൈസസ് ആൻഡ് മേക്ക് ദ സ്റ്റേറ്റ് എ ലീഡിംഗ് ഹബ്. അപ്പോൾ ഇന്നോവേറ്റീവ് ഐഡിയാസ്, നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനൊരു എൻ്റർപ്രൈസ് ആക്കി, ഒരു സ്ഥാപനമാക്കി മാറ്റിയും അതിലൂടെ എന്താണ് സ്റ്റേറ്റിനെ ഒരു ലീഡിംഗ് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് എയിം ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, നമ്മുടെ പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യുന്നത്, അതായത് പൊതു അഭിപ്രായങ്ങളെയൊക്കെ പാകപ്പെടുത്തുന്നതിൽ ന്യൂസ് പേപ്പറുകളുടെ പങ്ക് എന്തെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ പേജ് നമ്പർ 94 പോവാം. അവിടെ കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് ഓൾ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇവൻറ്റ്സ് ബിഫോർ ദ പബ്ലിക്. അപ്പം എന്താണ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള സംഭവങ്ങളെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നതിൽ അറിയിക്കുന്നതിൽ ന്യൂസ് പേപ്പറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ആർ ഏബിൾ ടു സ്ട്രെങ്തൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ബൈ ബ്രിങ്ങിങ് കറന്റ് ഇഷ്യൂസ് ടു ദ people and at the same time bringing the opinion of the people to the government. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ ന്യൂസ് പേപ്പറിന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സ്, ജനാധിപത്യ പ്രക്രിയയെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കറണ്ട് ഇഷ്യൂസ് എല്ലാം ജനങ്ങളുടെ ഇടയിൽ ഈ ന്യൂസ് പേപ്പറിലൂടെ കൊണ്ടുവരാനും അതുപോലെ ജനങ്ങളുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങളൊക്കെ ഈ ഗവൺമെന്റിലോട്ട് കൊണ്ടുപോകാനും ഈ ന്യൂസ് പേപ്പറിന് കഴിവുണ്ട്. Therefore, ന്യൂസ് പേപ്പർ പ്ലേ എ കീ റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക്
ഒപ്പീനിയൻ. അതുകൊണ്ട് ന്യൂസ് പേപ്പർ എന്താണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആൾക്കാരുടെ അഭിപ്രായങ്ങളെ പാകപ്പെടുത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആൻസറായി. നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴത്തുണ്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ 4 മാർക്കിന് കുറച്ചുകൂടെ എഴുതണമെങ്കിൽ ബാക്കി അതുകൂടെ എഴുതാം. The influence of newspapers help not only in forming public opinion but also in changing and diverting it according to certain interest. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ സ്വാധീനം എന്ന് വെച്ചാൽ എന്താണ്, പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിന് മാത്രമല്ല സഹായിക്കുന്നത്, എന്താണ് ഇത് ഓരോ സെർട്ടൻ ഇൻട്രസ്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയും ഡൈവേർട്ട് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങളെ മാറ്റാനും വഴിതിരിച്ച് വിടുവാനൊക്കെ ഉള്ള കഴിവുണ്ട്. സംടൈംസ് സം ന്യൂസ് ഡസ് നോട്ട് നെസസറിലി ഹാവ് ടു ബി ഫാക്ച്വൽ. ഇനി ചില സമയത്ത് എന്ത് ചെയ്യും, ചില ന്യൂസ് പേപ്പർ ചിലപ്പോൾ ഫാക്റ്റായിട്ടായിരിക്കില്ല പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ മിസ്ലീഡ് ദ പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ, അതായത് നമ്മൾ പറഞ്ഞില്ലേ ചിലത് ഫാക്റ്റ് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിലൂടെ അവർ ഡൈവേർട്ടായി പോവാം, മാറി ചിന്തിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഇൻകറക്റ്റായിട്ടാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ പബ്ലിക്കിനെ അത് മിസ്ലീഡ് ചെയ്യും. അവരുടെ ഒപ്പീനിയൻ എന്ത് ചെയ്യും, മാറും. ഡ്യൂ ടു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് റോങ് ന്യൂസ് മൈറ്റ് റീച്ച് പീപ്പിൾ ത്രൂ ദ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. അപ്പോൾ ഇനി ചിലർക്ക് അവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അല്ലേ. അപ്പോൾ അതും ചിലപ്പോൾ അത് ശരിയായിരിക്കും, എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അങ്ങനെ വരും. അതായത് ഈ പത്രത്തിൽ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്നത് ശരിക്കും ചിലപ്പോൾ എന്താണ്, ശരിക്കും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കറക്റ്റായിരിക്കണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ വരാൻ പറ്റും. റോങ് ന്യൂസ് മൈറ്റ് റീച്ച് പീപ്പിൾ ത്രൂ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എന്താണ്, ചില സംഭവങ്ങൾ നമ്മൾ റീലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നോക്കുമ്പോൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനും ജനങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, there is a criticism that impartial approach and accuracy in the news are not often from side of the media. അപ്പോൾ ഇവിടെ ഒരു ക്രിറ്റിസിസം, അതായത് ഒരു വിമർശനം വിമർശനം നടക്കുന്നുണ്ട്. ഈ ന്യൂസ് പേപ്പറുകൾ ചിലപ്പോഴൊക്കെ എന്താണ്, ആക്യുറസി കൃത്യതയോടെയും അല്ലെങ്കിൽ ഇമ്പാർഷ്യലായിട്ട് നടത്താതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിൽ എന്ന് വെച്ചാൽ പാർഷ്യൽ ആയിരിക്കാൻ പാടില്ല, ഇമ്പാർഷ്യലും പിന്നെ ആക്യുറസിയും ആയിരിക്കണം. ആക്യുറസിയും വേണമെന്നാണ് അവിടെ ഒന്ന് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കുറച്ചൊക്കെ എഴുതി 4 മാർക്കിന് കണക്കാക്കി എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കൂടുതൽ എഴുതുന്നത് നന്നായിരിക്കും. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ 28. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗൂഡ്സ് ആൻഡ് കസ്റ്റമർ ഗൂഡ്സ് വിത്ത് എക്സാമ്പിൾസ്. അപ്പം ഉദാഹരണ സഹിതം ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും വേർതിരിച്ച് താരതമ്യം ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ക്യാപിറ്റൽ ഗുഡ്സ് വേഴ്സസ് കൺസ്യൂമർ ഗുഡ്സ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ മീനിങ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ്. അപ്പോൾ ചില വസ്തുക്കൾ എന്താണ്, ഒരു വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഗുഡിനെ ആശ്രയിക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ മെഷീൻസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, പെന്നുണ്ടാക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ചിലപ്പോൾ മെഷീൻ്റെ സഹായമൊക്കെ വരും അല്ലേ. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രോഡക്റ്റിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ്സ് യൂസ്ഡ് ഡയറക്ട്ലി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പം ഫുഡ് വേണം, നമ്മുടെ ബേസിക് ആവശ്യമാണ് അല്ലേ, അതുപോലെ വസ്ത്രങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിനകത്ത് വരുന്നത്. ഇനി അതിൻ്റെ യൂസർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കുന്നത് മാനുഫാക്ചേഴ്സ്, ബിസിനസ്സിലൊക്കെയാണ് അല്ലേ. വലിയ മാനുഫാക്ചറിങ് കമ്പനികളിലും ബിസിനസ് സ്ഥാപനങ്ങളിലുമാണ് വലിയ മെഷീനറി ടൂൾസും പിന്നെ ഉപകരണങ്ങളും ഫാക്ടറി ബിൽഡിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇനി കൺസ്യൂമർ ഗുഡ്സ് ആരാണ്, ഹൗസ് ഹോൾഡ്, നമ്മൾ സാധാരണക്കായ വീട്ടാവശ്യത്തിനും പിന്നെ ഫൈനൽ കൺസ്യൂമർ, അതിൻ്റെ ഫൈനൽ ഉപഭോക്താവാണ് ഈ കൺസ്യൂമർ ഗുഡ്സ് ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാപിറ്റൽ ഗുഡ്സിന് എക്സാമ്പിൾ മെഷീനറി, ടൂൾസ്, ഫാക്ടറി ബിൽഡിങ്സ് എക്സെട്ര. ഇനി കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, ക്ലോത്ത്സ്, പേഴ്സണൽ കാർ, അതൊക്കെ നമുക്ക് കൺസ്യൂമർ ഗുഡ്സിനകത്ത് പറയാം. ഓക്കെ, ഇനി അടുത്ത 29th ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ ആൻഡ് മാർക്ക് ദം ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ് പ്രൊവൈഡഡ്. അപ്പോൾ ഐഡൻറ്റിഫൈ തിരിച്ചറിയുക ദ ഫോളോയിങ് ജിയോ ഇൻഫർമേഷൻ, താഴെ തന്നിരിക്കുന്ന ജിയോ
ഈ ജിയോ ഇൻഫർമേഷൻ തിരിച്ചറിഞ്ഞ് ആൻഡ് മാർക്ക് ദം ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദ വേൾഡ് പ്രൊവൈഡർ. അപ്പോൾ നിങ്ങൾക്കൊരു മാപ്പ് തരും. അപ്പോൾ ആ മാപ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാനാണ്, പേപ്പറിൻ്റെ കൂടെ ടൈ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. അപ്പോൾ നമ്മൾ ആദ്യം ആഫ്രിക്ക എവിടെയെന്ന് അറിയണം വേൾഡ് മാപ്പിൽ. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 40 അവിടെ ആഫ്രിക്ക അറിയാലോ, ആഫ്രിക്ക എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ എന്താ ഒരു കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നില്ലേ, അതാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. അപ്പോൾ അവിടെ നമുക്ക് എ എന്ന് പറഞ്ഞാൽ, അപ്പോൾ വേൾഡ് മാപ്പിൽ അത്രയും ഭാഗം ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് എ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനി ബി പറയുന്നത് ദ ക്ലൈമറ്റിക് റീജിയൻ വിച്ച് ലൈസ് ബിറ്റ്വീൻ 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പം ക്ലൈമറ്റിക് റീജിയൻ വിച്ച് ലൈസ് ബിറ്റ്വീൻ 55 ഡിഗ്രിക്കും 70 ഡിഗ്രിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പം നമ്മൾ പോകേണ്ടത് നേരെ നോർത്തേൺ ഹെമിസ്ഫിയറാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മൾ ഈ വേൾഡ് മാപ്പിൽ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ നമുക്കറിയാം മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആ മാപ്പിൽ തന്നെയാണ് ഒരു ചെറിയ രീതിയിൽ റെഡ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ 66.5 ഡിഗ്രി നോർത്ത് എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് എത്രയും വേണ്ട 55 മുതൽ 70 വരെ. അപ്പോൾ ആ 66ൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തിങ്ങനെ ആ ഒരു റീജിയൻ മൊത്തത്തിലൊരു ഹൊറിസോണ്ടലായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് ബി എന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ പറഞ്ഞ എ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ നമുക്കത് ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42 ഹോട്ട് ഡെസേർട്ടിൻ്റെ ഒരു മാപ്പ് ഉണ്ട്. അവിടെ പോയി നോക്കി നമുക്കറിയാം അവിടെ എന്താണ് ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ മാപ്പിൽ സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് അറ്റക്കാമ. ഓക്കെ, അവിടെ നമ്മൾ അത് അറ്റക്കാമയാണ്. അപ്പോൾ അത്രയും ഭാഗം അറ്റക്കാമ ഒരു ചെറിയൊരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്, അത് ഷെയ്ഡ് ചെയ്തിട്ട് സി എന്ന് അടയാളപ്പെടുത്തി അറ്റക്കാമ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സി യു ആയി. ഇനി അടുത്ത ഡി ആണ് ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. അതിന് നമുക്ക് എവിടെ പോവാം, അവിടെ നമുക്ക് അതിനുവേണ്ടി നമുക്ക് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 46 അവിടെ പറയുന്നുണ്ട് എന്താണ് ഓസ്ട്രേലിയയുടെ അവിടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടും എന്താണ് ഓസ്ട്രേലിയ ആ ഡൗൺസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾ ആ കിട്ടിയ മാപ്പിൽ അത്രയും ഭാഗം എന്താ ഡൗൺസ് എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അത്രയും ഭാഗം ഒരു പൊട്ടുപോലെ കൊടുത്തിട്ട് ഡി എന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഓക്കെ, ഇനി അടുത്ത് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 30 and 31 ഇൻ ഡീറ്റെയിൽ. അപ്പോൾ 30ക്കും 31നും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആൻസർ ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പം 30യുടെ എ ക്വസ്റ്റ്യൻ ഇതാണ്. എ അല്ലെങ്കിൽ ബി എഴുതാം, നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ്. ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ബിക്കെയിം എ ചാലഞ്ച് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്തായിത്തീർന്നു, ചാലഞ്ച് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനൊരു വെല്ലുവിളിയായ ഒന്നായിരുന്നു നമ്മുടെ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അനലൈസ് ചെയ്യാൻ, ആ സ്റ്റേറ്റ്മെന്റ് ആ പ്രസ്താവന അനലൈസ് ചെയ്യാനാണ്, വിശകലനം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ അവർ നേരിട്ട വെല്ലുവിളികളാണ് പറയേണ്ടത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, സോൾട്ട് സത്യാഗ്രഹം പറയാം, ബോയ്ക്കോട്ട് പറയാം, ഡിഫെൻസ് ഓഫ് ലോസ് പറയാം, മാസ് പാർട്ടിസിപ്പേഷൻ, ഇതൊക്കെ ഓരോ ചാലഞ്ചായിരുന്നു അല്ലേ അവർക്ക്. അപ്പോൾ നമുക്ക് എന്നിട്ട് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെഴുതാം. എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1930-ലാണ്. ഓക്കെ, അപ്പോൾ സോൾട്ട് സത്യാഗ്രഹയിൽ നമുക്ക് പറയാം ബൈ ബ്രേക്കിംഗ് ദ സോൾട്ട് ലോ, അതായത് ഉപ്പ് നിയമം ബ്രേക്ക് ചെയ്തു. ഗാന്ധി ടേൺഡ് എ കോമൺ കോമഡിറ്റി ഇൻറ്റു എ സിമ്പിൾ ഓഫ് ഡിഫെൻസ്. അപ്പോൾ എന്താണ്, അങ്ങനെ സാധാരണ ഒരു നമ്മുടെ കോമൺ കോമഡിറ്റി, നമ്മുടെ ഒരു ചരക്ക് വിൽപ്പന വസ്തുവായിരുന്ന ഉപ്പിനെ ഒരു പ്രതിരോധ എക്യുപ്മെൻ്റായിട്ട് അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രമായിട്ട് കാണുകയും അങ്ങനെ ആ ഉപ്പ് നിയമം ലംഘിക്കുന്നതിലൂടെ ഒരുപാട് ആൾക്കാരെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ചാലഞ്ചായിരുന്നു സോൾട്ട് സത്യാഗ്രഹം. അടുത്ത ചാലഞ്ച് വരുന്നതാണ് ബോയ്ക്കോട്ട് ചെയ്തു അല്ലേ. മൂവ്മെന്റ് ഇൻവോൾവ് മാസീവ് ബോയ്ക്കോട്ടിംഗ് ഓഫ് ബ്രിട്ടീഷ് ക്ലോത്ത് ആൻഡ് ലിക്വർ സിവിയർലി ഹേർട്ടിംഗ് ബ്രിട്ടീഷ് ഇക്കണോമിക് ഇൻട്രസ്റ്റ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് സാമ്പത്തികപരമായി മുന്നേറ്റം നിൽക്കാൻ പറ്റുന്നത് അവരുടെ തുണിത്തരങ്ങളും ലിക്വറും ഒക്കെ നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പം എന്ന് വെച്ചാൽ അത് നമ്മൾ ബഹിഷ്കരിച്ചതിലൂടെ അവരുടെ എന്താണ് ഒരു സാമ്പത്തിക സ്ഥിതി ഒന്ന് കുറയാൻ തുടങ്ങി. അപ്പോൾ അതും ഒരു വെല്ലുവിളിയായിരുന്നു. ഇനി മൂന്നാമത്തത് ഡിഫെൻസ് ഓഫ് ലോസ്. ഇനി എന്താണ്, നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങി. എന്താണ്, പീപ്പിൾ സ്റ്റോപ്പ് പേയിങ് ടാക്സസ് ലൈക്ക് ദ ഫോറസ്റ്റ് ടാക്സ് ഓർ ലാൻഡ് റവന്യൂ
ചാലഞ്ചിങ് ദ ലീഗൽ അതോറിറ്റി ഓഫ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയമവ്യവസ്ഥയെ അടുത്ത രീതിയിൽ ഒരു വെല്ലുവിളി ആയതെന്ന് നിയമങ്ങൾ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്തു, ടാക്സ് പേ ചെയ്യുന്നത് നിർത്തലാക്കി. അതായത് ഭൂനികുതി അടയ്ക്കണം, പിന്നെ ഫോറസ്റ്റ് ടാക്സ്, വനനികുതി എന്നൊക്കെ പറഞ്ഞ് നികുതി അടയ്ക്കണമായിരുന്നു. അതൊക്കെ അവർ അടയ്ക്കാണ്ടായി ആ നിയമങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. അപ്പോൾ അതും ബ്രിട്ടീഷുകാർക്കൊരു ചാലഞ്ചായിരുന്നു, ബ്രിട്ടീഷ് റൂളിന് ഒരു ചാലഞ്ചായി മാറി. അടുത്ത് പറയുന്നത് മാസ് പാർട്ടിസിപ്പേഷൻ പറയാം അല്ലേ. മാസ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് ആ അൺപ്രസിഡൻറ്റഡ് പാർട്ടിസിപ്പേഷൻ ഫ്രം വിമൻ, സ്റ്റുഡൻസ് ആൻഡ് മെർച്ചൻസ്, proving that the British could no longer rule without Indian consent. അപ്പോൾ മാസ് പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ ഒരുപാട്, അതായത് ബഹുഭൂരിപക്ഷ ആൾക്കാർ ഇതിന് ഈ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു. അതായത് ആരൊക്കെയാണ്? സ്ത്രീകളും കുട്ടികളും വ്യാപാരികളും പിന്നെ എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി ഇന്ത്യക്കാരുടെ സമ്മതം കൂടാതെ ഇവിടെ അധിക നാൾ ഭരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതും ഒരു വെല്ലുവിളിയായിരുന്നു ബ്രിട്ടീഷ് റൂളിന്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. ഇനി അടുത്ത് അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ, ഇത് എഴുതാൻ പറ്റാത്തവർക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, അനലൈസ് ഹൗ ദ ഹ്യൂമാനിസ്റ്റ് ഐഡിയാസ് ഇൻഫ്ലുവൻസ് ദ റിനൈസൻസ് പെയിൻറ്റിങ്. അപ്പോൾ നവോത്ഥാന ചിത്രകല എന്താണ്, എങ്ങനെ സ്വാധീനിച്ചു മാനവിക മൂല്യങ്ങൾ അല്ലെങ്കിൽ മാനുഷിക ആശയങ്ങളെ ഈ നവോത്ഥാന ചിത്രകല എങ്ങനെ സ്വാധീനിച്ചു എന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് ഫസ്റ്റിൽ പേജ് നമ്പർ 14 പോകാം. അവിടെ കൊടുത്തിട്ടുണ്ട് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമാനിസ്റ്റിക് ഐഡിയൽസ് വെയർ റിഫ്ലക്റ്റഡ് പ്രൊഫൗണ്ട്ലി ഇൻ റിനൈസൻസ് പെയിൻറ്റിങ്സ്. അപ്പോൾ നവോത്ഥാന ചിത്രകലയിൽ മാനുഷിക ആശയങ്ങൾ പ്രതിഫലിച്ചിരുന്നു. അപ്പോൾ എന്താ, മാനുഷിക മൂല്യങ്ങളും ആശയങ്ങളും ഒക്കെ പ്രതിഫലിക്കുന്ന ചിത്രകലയായിരുന്നു അന്നത്തെ ചിത്രകല. പെയിൻറ്റേഴ്സ് ഓഫ് ദ ടൈം പ്രസന്റഡ് ഹ്യൂമൻ ഫോംസ് വിത്ത് റിമാർക്കബിൾ ആക്യുറസി, ക്ലാരിറ്റി ആൻഡ് മെറ്റിക്കുലസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ ദെയർ വർക്ക്സ്. അപ്പോൾ എന്താണ്, അന്നത്തെ ചിത്രകാരന്മാർ എന്താണ്, അവർ പലതരത്തിലുള്ള മനുഷ്യൻ്റെ രൂപങ്ങൾ അത് ആക്യുറസി, നല്ല കൃത്യതയോടെയും ക്ലാരിറ്റിയോടെയും പിന്നെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള തീമൊക്കെ വെച്ചായിരുന്നു അവരുടെ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അവരുടെ പെയിൻറ്റിങ്ങിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഓരോ കുഞ്ഞു കാര്യങ്ങൾ വരെ ഡീറ്റെയിൽ ആയിട്ട് ചിത്രീകരിച്ചിരുന്നു. ദ നോളജ് ദേ ഹാഡ് അക്വയർഡ് അബൌട്ട് ഹ്യൂമൻ അനാട്ടമി ഫെസിലിറ്റേറ്റഡ് ദിസ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ്. അപ്പോൾ അവർക്ക് അത്രമാത്രം അറിവുണ്ടായിരുന്നു, അവർ നേടി. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ അനാട്ടമി, അതായത് ബാഹ്യരൂപങ്ങളെക്കുറിച്ചും അതിലുള്ള ഓരോ ഭാവങ്ങളെക്കുറിച്ചും എന്താണ്, അവർ അത്രയധികം പഠിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പുരോഗതി നേടാൻ പറ്റിയത്. മോർ ഓവർ, അതിലുപരി പെയിൻറ്റേഴ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ് ആട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻസ് ടു ദ വാല്യൂസ് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ മോർ ഓവർ, അതിലുപരി പെയിൻറ്റേഴ്സ് ചിത്രകാരന്മാർ എംഫസൈസ്ഡ് റാഷണലിസം യുക്തിവാദത്വയും അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കുന്നതിനും ഹ്യൂമൻ ഇമോഷൻസ് മനുഷ്യൻ്റെ എന്താണ് ആ വികാരങ്ങളെയും ആട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ വാല്യൂസ് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ ഈ ലോകത്തിൽ അവരുടെ വാല്യൂസ് മൂല്യങ്ങളെയും എല്ലാം നല്ല രീതിയിൽ ചിത്രീകരിച്ചിരുന്നു. വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമാനിസം ആർട്ട് വർക്ക്സ് ബിക്കെയിം ഇൻക്രീസിംഗ്ലി പ്രിസൈസ് ആൻഡ് റിയലിസ്റ്റിക്. അപ്പോൾ ഈ മാനുഷികത്വം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ആ മാനവികതയുടെ സ്വാധീനത്താൽ ഈ ആർട്ട് വർക്ക്സ്, അതായത് ഈ ചിത്രങ്ങൾ എന്താണ് വളരെയധികം പ്രിസൈസും എന്താണ് കൃത്യതയുള്ളതും യാഥാർത്ഥ്യവുമുള്ളതുമായി തീർന്നു. അപ്പോൾ അതൊക്കെയാണ് അവിടെ പറയേണ്ടത്. പിന്നെ നമുക്ക് ഒരു പോയിന്റ് കൂടി ചേർക്കാൻ വേണമെങ്കിൽ പെയിൻറ്റേഴ്സ് ഓഫൺ സെലക്ടഡ് തീംസ് ദാറ്റ് എംഫസൈസ് തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഫോർ ദെയർ വർക്ക്. അപ്പോൾ തീം അടിസ്ഥാനമാക്കി, അപ്പോൾ അവിടെ നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ തീമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവരുടെ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 31 ക്വസ്റ്റ്യൻ. അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. There are spatial and temporal variations in the temperature experienced on Earth. List any 4 factors that affect the distribution of temperature. Explain any one of them. അപ്പോൾ പറയുവാണ്, there are spatial and temporal variations in temperature experienced on Earth. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഓരോ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻസ് ഒരു വെറൈറ്റി ഉണ്ട്. അതായത് അവ ഇപ്പോൾ നമ്മുടെ ഓരോ സോണുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് ടെമ്പറേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. ലിസ്റ്റ് എനി 4 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ എഴുതാനാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദം. ഇനി എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്.
അപ്പോൾ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് ലാറ്റിറ്റ്യൂഡ് പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ പേജ് നമ്പർ 13 പോയാൽ മതി. അവിടെ പറയുന്നുണ്ട് ദർ ഈസ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത്. എക്സാമിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ലാറ്റിറ്റ്യൂഡ് പറയാം, പിന്നെ ആൾട്ടിറ്റ്യൂഡ് പറയാം. ആൾട്ടിറ്റ്യൂഡ് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, അതായത് കരയുടെയും കടലിൻ്റെയൊക്കെ ഇങ്ങനെ ഹീറ്റ് ആവുന്നത് അതിൻ്റെ ഒരു പ്രവണത കൊണ്ട് ഉണ്ടാവുമെന്ന് പറയാം. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ സീ, കടലിൽ നിന്നുള്ള അകലത്തിൻ്റെ അതിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരാം. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എന്നിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് എഴുതാം. ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ വെരി ഹൈ ടെമ്പറേച്ചർ ഈസ് എക്സ്പീരിയൻസ്ഡ് അലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻസ് വെയർ ദ ഇൻസിഡൻസ് ഓഫ് സൺസ് റേസ് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ. അപ്പോൾ വളരെ കൂടിയ ചൂടാണ് ഈ ഇക്വറ്റോറിയൽ റീജിയൻസ്, അതായത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ വളരെ ചൂട് കൂടുതലായിരിക്കും അനുഭവപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസിഡൻസ് റേ ഓഫ് സൺസ് റേ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ, അതായത് സൂര്യൻ്റെ പ്രകാശരശ്മികൾ, സൂര്യകിരണങ്ങൾ വെർട്ടിക്കൽ കുത്തനെ വന്ന് ഓൾമോസ്റ്റ് ഏകദേശം പതിക്കുന്നത് ഈ ഇക്വറ്റോറിയൽ റീജിയൻ ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അവിടെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് പോലെ. അപ്പം ഇങ്ങനെ വെർട്ടിക്കലി വന്ന് പതിക്കുന്നതുകൊണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് നല്ല ചൂട് കൂടുതലായിരിക്കും. അതേസമയം ഓയിങ് ടു ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് എർത്ത്, അപ്പോൾ പക്ഷെ നമ്മുടെ എർത്തിന് സ്ഫെറിക്കൽ ഷേപ്പാണ്, സ്ഫിയർ ആണ് അല്ലേ. ദ ഇൻസിഡൻസ് ഓഫ് സൺസ് റേസ് ആർ മോർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദ ഇക്വേറ്റർ. അപ്പോൾ ഈ ഇക്വേറ്ററിൽ നിന്ന്, അതായത് കൂടുതലും ഇൻസിഡൻസ് ഓഫ് സൺസ് റേ, അപ്പോൾ ഇനി ഈ വന്ന് പതിക്കുന്ന സൂര്യകിരണങ്ങൾ ഇൻക്ലൈൻഡ് ചെയ്യും എന്ന് വെച്ചാൽ ഇൻക്ലിനേഷൻ, ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ചെയ്തു പോകും, ചരിഞ്ഞിങ്ങനെ പോവും. എവിടുന്ന്? ഇക്വേറ്റർ, ഭൂമധ്യരേഖയിൽ നിന്ന് എങ്ങോട്ട്? പോൾസിലോട്ട്, ധ്രുവ പ്രദേശങ്ങളിലോട്ട് പോവും. അങ്ങനെ ദസ് ദ ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവേർഡ്സ് ബോത്ത് ദ പോൾസ്. അങ്ങനെ ഭൂമധ്യരേഖയിൽ നല്ല ചൂട് കൂടുതലായിരിക്കും, പക്ഷെ അവിടുന്ന് പോൾസിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഇൻക്ലിനേഷൻ വരുന്നത് കാരണം അവിടെ ചൂട് വളരെ കുറവായിരിക്കും, അതായത് കുറഞ്ഞു വരും. നമുക്കല്ലെങ്കിൽ തന്നെ അറിയാം ധ്രുവപ്രദേശങ്ങൾ നോർത്ത് പോളും സൗത്ത് പോളും എപ്പോഴും നല്ല തണുപ്പ് ഏറിയ പ്രദേശങ്ങളാണ് അല്ലേ. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സോൺസ് മേ ബി ഫോംഡ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇതിനെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള ടെമ്പറേച്ചർ സോൺസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ സോൺസിൻ്റെ പിക്ചറാണ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ദ ടോറിഡ് സോൺ, നോർത്ത് ടെമ്പറേറ്റ് സോണും ഉണ്ട്, സൗത്ത് ടെമ്പറേറ്റ് സോണും ഉണ്ട്, നോർത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്, സൗത്ത് ഫ്രിജിഡ് സോണും ഉണ്ട്. ആ ഒരു ഫിഗർ കൂടെ വരച്ചാൽ നമുക്ക് 5 മാർക്കിനുള്ളതായി. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ബി ക്വസ്റ്റ്യൻ വോൾക്കാനിക് ആക്ടിവിറ്റീസ് അഫക്റ്റ് ഹ്യൂമൻ ലൈഫ് അഡ്വേഴ്സ്ലി ആസ് വെൽ ആസ് ഫേവറബിളി. ഓക്കെ, അപ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളില്ലേ, അതിൻ്റെ ആ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനങ്ങൾ അഫക്റ്റ് ഹ്യൂമൻ ലൈഫ് അഡ്വേഴ്സ്ലി ആസ് വെൽ ആസ് ഫേവറബിളി. അപ്പോൾ മോശമായിട്ടും അഫക്റ്റ് ചെയ്യാറുണ്ട്, ദുരിതപൂർണ്ണമാക്കാറുണ്ട്, അതേസമയം കുറച്ച് അനുയോജ്യമായിട്ടും കുറച്ച് നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പ്രസ്താവനയെ നമ്മൾ ക്രിട്ടിക്കലി വിലയിരുത്താനാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൻസറിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് സെക്കൻഡിൽ തന്നെ പേജ് നമ്പർ 143 പോയാൽ മതി. അവിടെ ആൻസർ കിടപ്പുണ്ട്. വോൾക്കാനോസ് ആൻഡ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞ അതിന് താഴെയാണ് ആൻസർ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ വോൾക്കാനിക് എക്സ്പ്ലോഷൻസ് നിയർ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് കോസ് ലോസ് ഓഫ് ലീവ്സ് ആൻഡ് ഡിസ്ട്രക്ട് പ്രോപ്പർട്ടീസ്. അപ്പോൾ വോൾക്കാനിക് എക്സ്പ്ലോഷൻസ്, അതായത് നമുക്കറിയാം അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നു. സ്ഫോടനം എന്ന് വെച്ചാൽ തീയൊക്കെ മാരകമായിട്ട് ഇങ്ങനെ തെറിച്ച് വരുന്നതാണ്. അപ്പോൾ അപ്പോൾ ഈ വോൾക്കാനിക് അഗ്നിപർവ്വതത്തിന് അടുത്ത് സെറ്റിൽമെൻറ്റ്സ്, പാർപ്പിടങ്ങളോ താമസമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കോസ് ലോസ് ഓഫ് ലൈവ്സ് അല്ലേ, അവരുടെ ജീവൻ നഷ്ടപ്പെടാനും ഡിസ്ട്രക്ട് പ്രോപ്പർട്ടീസ്, അവരുടെ പ്രോപ്പർട്ടീസൊക്കെ നശിപ്പിക്കാനും കാരണമാകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ദേ ഡിസ്ട്രക്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് സിവിയർലി അഫക്റ്റ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ അത് മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും അവരുടെ മനുഷ്യ ജീവിതത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ദ ലാവ ഫ്ലോ following a volcanic eruption adversely impacts both nature and human settlements. അപ്പോൾ ഈ ലാവ ഫ്ലോയിങ് എ വോൾക്കാനിക്, അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് അവിടുന്ന് ലാവ പൊട്ടി പുറത്ത് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതത്തെയും അതേപോലെ തന്നെ പ്രകൃതിയെയും
എന്താണ് മോശമായി അല്ലെങ്കിൽ ദുരിതപൂർവ്വത്തിലാക്കുന്നുണ്ട്. ഓക്കെ, ബൈ ഡിസ്ട്രോയിങ് ഹൗസസ്, ലാൻഡ്, ഇറ്റ് ലീവ്സ് മെനി പീപ്പിൾ ഹോംലെസ് ആൻഡ് ജോബ്ലെസ്. അപ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം, ഇങ്ങനെ തെറിക്കുന്ന കാരണം വീടുകൾ നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു സൊസൈറ്റി തന്നെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ക്രിട്ടിക്കലി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ കുറച്ച് അതിൻ്റെ ഉള്ളറകളിലോട്ട് പോകാം. അപ്പോൾ താഴത്തെ ഒരു പാരഗ്രാഫ് കൂടെ എഴുതാം. എന്താണ്? വോൾക്കാനിക് ഇറപ്ഷൻസ് കോസ് ഇമ്മെഷറബിൾ ഡാമേജ്. അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്താണ്, വളരെ അത്യധികം ഡാമേജ്, നാശം വിതയ്ക്കുന്നുണ്ട്. അറൌണ്ട് 36,000 പീപ്പിൾ ലോസ് ദെയർ ലീവ്സ് ഡ്യൂ ടു ക്രക്കറ്റോവ വോൾക്കാനിക് ഇറപ്ഷൻ ഇൻ 1883. അപ്പോൾ 1883 ഒരു ക്രക്കറ്റോവ ഒരു അഗ്നിപർവ്വത സ്ഫോടനം പൊട്ടി എത്ര പേര് മരിച്ചു എന്നാണ്? 36,000, ഏകദേശം 36,000-ഓളം ആൾക്കാർ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ക്രക്കറ്റോവ ഐലൻഡ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. അപ്പോൾ ഇതൊക്കെ ജാവ, സുമാത്ര, ഇന്തോനേഷ്യ, അവിടെയൊക്കെ ഉള്ള അവിടെ താമസിക്കുന്ന ഇവരൊക്കെ അവരുടെ കൊളാപ്സ്ഡ് ഇൻ ടു ദ സീ ആഫ്റ്റർ ദ ഇറപ്ഷൻ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? നശിച്ച് കടലിലോട്ടൊക്കെ പോയി എന്നൊക്കെയാണ് അവിടെ പഠനങ്ങൾ പറയുന്നത്. കാരണം നമുക്കറിയാം ജാവ, സുമാത്ര, ഇന്തോനേഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ഐലൻഡ്സ് ആണ് അല്ലേ, ചുറ്റും കടൽ വെള്ളമായിരിക്കും. അപ്പോൾ അവിടുത്തെ ആ ഒരു കരഭാഗത്തിൽ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ അതെന്തെയും ഇമ്പാക്റ്റ് ചെയ്യും. അവരുടെ അടുത്ത് ചുറ്റുമുള്ളത് എന്താണ്? കടലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അതിലോട്ട് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നില്ല. ഇനി അടുത്ത് പറയുകയാണ്, അതിൻ്റെ കൂടെ തന്നെ പറയുന്നു എന്താണ്? ഫേവറബിൾ, നമുക്ക് അനുയോജ്യം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ വോൾക്കാനിക് ഇറപ്ഷൻ എന്താണ്? നമുക്ക് ഫേവറബിൾ, അനുയോജ്യപരമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ, സോഷ്യൽ സയൻസ് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പേജ് നമ്പർ 144 പോവാം. അവിടെ കൊടുത്തിട്ടുണ്ട്, വോൾക്കാനിക് ആക്ടിവിറ്റീസ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ കൈൻഡ്. മനുഷ്യന്മാർക്ക് ഉപയോഗപ്രദവുമാണ്. ഒന്നാമത്തത്, ദ ജിയോതെർമൽ എനർജി റിലീസ് ഫ്രം വോൾക്കാനിക് റീജിയൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി ഇൻ സർട്ടൈൻ ഏരിയാസ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ ലോക്കൽ പർപ്പസസ്. അപ്പോൾ എന്താ പറയുന്നത്? ദ ജിയോതെർമൽ എനർജി റിലീസ്ഡ് ഫ്രം വോൾക്കാനിക് റീജിയൻസ്. അപ്പോൾ ഈ അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ നിന്ന് ജിയോതെർമൽ എനർജി റിലീസ് ആവുന്നത് നമുക്കറിയാം. നല്ല ചുട്ടുപഴുത്ത് ചൂടായിട്ടുള്ള ആവിയാണ് അവിടെ ഉണ്ടാകുന്നത്, സ്റ്റീം അല്ലേ. അപ്പോൾ ആ ഒരു ജിയോതെർമൽ എനർജി, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനെ ജിയോതെർമൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാം. പിന്നെ എന്താണ്? അത് ആ ഇലക്ട്രിസിറ്റി ആ ലോക്കൽ ഏരിയാസിലൊക്കെ, അവിടുത്തെ അതിന് ചുറ്റുപാടുള്ള ഏരിയയിൽ ലോക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് പറയുന്നത്, ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ്. ലാവ, അത് പറഞ്ഞ് നമ്മൾ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകി വരുന്നത് ലാവയാണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ വളരെയധികം ധാതുക്കൾ, മിനറൽ കണ്ടന്റ് ആണ്, മിനറൽസ് ഉണ്ട്. ആൻഡ് മെനി വാല്യുബിൾ മിനറൽസ് റീച്ച് ദ സർഫസ് ഓഫ് ദ എർത്ത് ത്രൂ ഫ്ലോ ഓഫ് ലാവ. അങ്ങനെ ഒരുപാട് ധാതുക്കൾ, മിനറൽസ് ഇങ്ങനെ പുറത്തോട്ട്, ഭൂമിയുടെ ഉപരിതലത്തിലോട്ട് ലാവ വഴി ഒഴുകിയെത്താറുണ്ട്. അത് മിനറൽസ് നല്ലതാണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, വോൾക്കാനിക് റീജിയൻസ് ഓഫൺ അട്രാക്ട് എ ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഓൾസോ. അപ്പോൾ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് നടക്കുന്നതോ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ടൂറിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ സഞ്ചാരികൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അവിടെ കൊമേഴ്ഷ്യലി അവർക്ക് എക്കണോമിക്കലി ഒക്കെ അവർക്ക് എന്താണ് മുന്നോട്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫേവറബിൾ കണ്ടീഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻസും ആൻസറും എല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ദിസ് ഇസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.